മതിയല്ലോ. പക്ഷേ എന്തിനു വേണ്ടിയിട്ട് ബാക്കിയുള്ളത് അത് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ചില കോമ്പൗണ്ട്സ് ഇപ്പൊ നമ്മൾ N വെച്ചിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ N2 മൈനസ് എന്ന് പറഞ്ഞ ഒരാളെ വന്നു. N2 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഒരു ഇലക്ട്രോണിനെ കിട്ടിയിരിക്കണം. ടോട്ടലി 14 ഉള്ളത്, അതിലേക്ക് ഒരു ഇലക്ട്രോണും കൂടി വന്നു. അപ്പൊ 15 ഇലക്ട്രോൺ എന്നാണ് വരുന്നത്. ഇതിൽ നിങ്ങൾ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കിക്കാണ്ട് ആ 15 വന്നു കഴിഞ്ഞാൽ ഈ കോൺഫിഗറേഷൻ ആണെന്ന് ആലോചിക്കരുത്. അതിന്റെ പാരന്റിനെ നോക്കണം. ആ അയേൺ ഉണ്ടായത് എവിടുന്നാ? N2 എന്നാണ്. ആ N2 ഏതിൽ പെടുന്നതാണ്? ഇതിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ ആ 15ാമത്തെ ഇലക്ട്രോണിനെ അടുത്ത ഓർബിറ്റലിലേക്ക് കയറും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവിടെ വരുന്നത്. നിങ്ങൾ ഈ അയോൺസ് വരുന്ന സമയത്ത് എപ്പോഴും അതിന്റെ പാരന്റിനെ നോക്കുക. ഓക്കെ, അയോൺസ് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പാരന്റിലേക്കാണ്. ഒരിക്കലും അയോൺസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുകാണ്ട് ആ ഇലക്ട്രോൺസിനനുസരിച്ച് കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യരുത്. പാരന്റിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോണിനനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? അയോൺസിൽ എത്ര ഇലക്ട്രോൺ ആണോ വരുന്നത് അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ കാര്യം ഒന്ന് നല്ലോണം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഞാൻ ഈ നോട്ട് ഒന്നും കൂടി ഷെയർ ചെയ്ത് തരണ്ട്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ നമ്മൾ മെയിൻലി രണ്ടെണ്ണാണ് പറയുക. ഏതൊക്കെയാ? പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും അല്ലെ. അപ്പൊ ഒന്ന് പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവം? ഓക്കെ, ഏത് പ്രോപ്പർട്ടി ആണ് എന്നുള്ള രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? പാരാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കും. നമുക്ക് തന്നതിനെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്ത് നോക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കും. ഞാൻ പറയുന്നുണ്ട്, അയോൺസ് വരുന്ന സമയത്ത് അത് നെഗറ്റീവ് ചാർജഡ് അയോൺസ് ആവട്ടെ പോസിറ്റീവ് ചാർജഡ് അയോൺസ് ആവട്ടെ, അയോൺസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ വെച്ചിട്ടുള്ളല്ലോ. ഓക്കെ, അയോൺസ് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിന്റെ പാരന്റിനെ വെച്ചിട്ട് വേണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യാൻ കേട്ടാ. എന്നിട്ട് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് അയോൺസിൽ ടോട്ടലി എത്ര ഇലക്ട്രോൺസ് വരുന്നുണ്ട് അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും? അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൽ ഒന്ന് ഉണ്ടാവും. ഓക്കെ, ഒറ്റൊന്ന് മാത്രമായിട്ട് നിൽക്കുന്നതുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉള്ളവരാണ് ഏതെന്ന് പറയുന്നത്? പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് മെയിൻലി ഓർത്തു വെക്കാൻ ഈസി ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാല്, ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഡ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആവും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഡ് നമ്പർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുകയാണ് ഏതെങ്കിലും ഒരു എലമെന്റോ അല്ലെങ്കിൽ അയോണോ നിങ്ങൾക്ക് തരികയാണ്, എന്നിട്ട് ഞാൻ പറയുകയാണ് അതിൽ 9 ഇലക്ട്രോണാണ് എനിക്ക് ടോട്ടലി കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. കാരണം ഓഡ് നമ്പർ വരിക. പിന്നെ അത് കൂടാതെ ഏതും വരാം, 10 ഇലക്ട്രോണ് ആൻഡ് 16 ഇലക്ട്രോണ്. ഓക്കെ, 10 ഇലക്ട്രോണും 16. ഒരു എലമെന്റ് എടുക്കുകയാണ്, അതിന്റെ അല്ലെങ്കിൽ ഒരു അയോണോ എലമെന്റോ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അതിന്റെ അയോണോ മോളിക്യൂളോ എന്തെങ്കിലും ആവട്ടെ, അതിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം 16 ആണ് അല്ലെങ്കിൽ 10 ആണ് എന്നുണ്ടെങ്കിലും അത് ഏതിൽ വരും? പാരാമാഗ്നറ്റിക്കിൽ വരും. അപ്പൊ പാരാമാഗ്നറ്റിക് ഐഡന്റിഫൈ ചെയ്യാൻ ഈസി ആയല്ലോ. ഓഡ് നമ്പർ ആണോ നോക്കുക, ഞാൻ അത് ഓഡ് നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ 10ഓ 16ഓ വരണം പാരാമാഗ്നറ്റിക് കാണിക്കണം എന്നുണ്ടെങ്കിൽ. അത് ഓർത്തു വെക്കുക കേട്ടോ. രണ്ടാമത്തേത് ഡയാമാഗ്നറ്റിക്. ഓക്കെ, പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ആബ്സെൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. അതിനർത്ഥം എന്താണ്? പെയർഡ് ആയിട്ടുള്ളവർ മാത്രമായിരിക്കും. ആബ്സെൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ആബ്സെൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോ അത് ഈ ഓഡ് നമ്പേഴ്സും അതുപോലെ 10 ഇലക്ട്രോൺ 16 ഇലക്ട്രോൺ ഇതൊന്നും അല്ലാതെ വരുന്നവരാണ് ഇതിൽ വരിക? ഡയാമാഗ്നറ്റിക്കിൽ വരിക. ഓക്കെ, അപ്പൊ അത് നല്ലോണം ഓർത്തു വെക്കുക. ഇനിയിപ്പോ ഞാനൊരു എക്സാമ്പിൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ നോക്ക്. എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത് ഇപ്പോ N2 ഞാൻ എടുത്ത് നോക്ക്. N2 എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം ഇതിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 14 ഇലക്ട്രോൺ ഉള്ളത്. 14 ഇതിൽ പെടൂലല്ലോ, ഓഡ് നമ്പറും അല്ല 10ഉം 16ഉം അല്ല. അപ്പൊ നമുക്ക് ഇത് ഏതായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഡയാമാഗ്നറ്റിക്. ഇനി നേരത്തെ പറഞ്ഞ പോലെ N2 മൈനസ് എടുക്കുക.
N2 മൈനസ് എന്ന് പറഞ്ഞാൽ 14 പ്ലസ് 1 15 ഇലക്ട്രോൺ വന്നു. 15 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അത് ഓഡ് നമ്പർ ആണല്ലോ. അപ്പൊ ഇതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക്. ഓക്കെ, ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു ബോണ്ട് പാരാമീറ്റേഴ്സ്. അപ്പൊ ഞാൻ അവിടെ ബോണ്ട് ഓർഡർ നമ്മൾക്ക് ഡിസ്കസ് ചെയ്തിട്ടില്ല. ബോണ്ട് ഓർഡർ നമ്മൾ പിന്നെയാണ് പറയുന്നത് അല്ലെ. ബോണ്ട് ഓർഡർ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണ് നമ്മൾ അതിന്റെ ബോണ്ട് ഓർഡറും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ബോണ്ട് ഓർഡർ വെച്ചിട്ട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്നും കൂടി പറയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ റിലേഷൻസ് ഒന്നും കൂടി കണ്ടെടുത്ത് എഴുതുന്നുണ്ട്. ബോണ്ട് ഓർഡർ ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ബോണ്ട് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അതേപോലെ ബോണ്ട് ഓർഡർ ആർക്ക് ഡയറക്ട്ലി അല്ല, ബോണ്ട് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോറി മാറിപ്പോയി. ബോണ്ട് ഡിസോസിയേഷൻ എനർജിക്ക് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഓക്കെ, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിക്ക് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ സ്റ്റെബിലിറ്റിക്കും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ബോണ്ട് ഓർഡർ ബോണ്ട് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ബോണ്ട് ഓർഡർ കാണാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാ? 14 വരണേന് 3 എന്ന് കൊടുക്കാം. മേലക്കൊക്കെ എന്ത് ചെയ്യുക? കുറച്ച് കുറച്ച് കൊണ്ടുവരിക. താഴേക്കും അതുപോലെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, 0.5 വീതം കുറക്കുക എന്നുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എക്സാമ്പിളില് O2 പ്ലസ് O2 മൈനസ് O2 2 പ്ലസ്. ഓക്കെ, ഇങ്ങനെ 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസും ദാ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് നമ്മൾ ബോണ്ട് ഓർഡർ പറഞ്ഞിട്ടുള്ളത്. 14 ആണെന്നുണ്ടെങ്കിൽ 3, പിന്നെ അങ്ങോട്ട് മേലേക്ക് കൂടുകയാണെന്നുണ്ടെങ്കിലും താഴേക്ക് കുറയുകയാണെങ്കിലും 0.5 വെച്ചിട്ട് കുറച്ച് വരണം. പിന്നെ എക്സെപ്ഷണൽ കേസ് വരുന്നത് 8 വരെ വരുള്ളൂ. 8 കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് എന്താണ് വരിക? ഓക്കെ, നോക്ക്, 8 കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് എന്താണ് വരുന്നത്? ഓഡ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 0.5, ഈവൺ നമ്പേഴ്സിൽ 2ഉം 6ഉം ആണെന്നുണ്ടെങ്കിൽ 1, അതുപോലെ 4 ആണെന്നുണ്ടെങ്കിൽ 0. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അത് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ സുഖമാണ്. നോക്കാം എങ്ങനെ. O2 ഫസ്റ്റ് O2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ് വരുന്നത്. 8 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 16 ഇലക്ട്രോൺ വരും. ഇവിടെ 16 ഇലക്ട്രോണ്. ഇനി O2 പ്ലസ് എന്ന് പറഞ്ഞാൽ 1 പോയി, 1 ഇലക്ട്രോൺ. പ്ലസ് എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ പോയി, അപ്പൊ 15 ഇലക്ട്രോണ്. ഓക്കെ, O2 മൈനസ് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ കിട്ടി, അപ്പൊ 16ക്ക് ഒന്നും കൂടി കിട്ടിയ 17 ഇലക്ട്രോണ്. ഓക്കെ, നെക്സ്റ്റ് O2 2 പ്ലസ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം പോയി. 2 എണ്ണം പോയി എന്ന് പറയുമ്പോൾ 16ന്ന് 2 എണ്ണം പോയ 14 ഇലക്ട്രോൺ. ഓക്കെ, ഇതിൽ 14ന്റെ നമ്പർ നമുക്കറിയാം. എന്താണ് 14ന്റെ നമ്പർ വരുന്നത്? 14ന്റെ നമ്പർ എന്താ? 3 എന്നാണ്. അവിടുന്ന് 15 ആയാല് ഒന്ന് കുറഞ്ഞു, അപ്പൊ 2.5. 16 ആയാൽ വീണ്ടും ഒന്ന് കുറഞ്ഞു, 0.5 കുറഞ്ഞു, അപ്പൊ 2. പിന്നെ 17 ആയാൽ വീണ്ടും കുറഞ്ഞു, അപ്പൊ ഇത് 1.5. അപ്പൊ നമുക്ക് ബോണ്ട് ഓർഡർ കിട്ടി അല്ലെ. എങ്ങനെയാ വരുന്നത്? ഏറ്റവും കൂടുതൽ ആർക്കാണ്? 3, ഇത്. ഓക്കെ, അപ്പൊ കുറവുള്ളിടത്തുനിന്ന് നോക്കാം. O2 മൈനസ് കുറഞ്ഞത് അയാൾക്ക്, പിന്നെ O2, പിന്നെ O2 പ്ലസ്, പിന്നെ വരുന്നത് O2 2 പ്ലസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കാണ്? O2 2 പ്ലസിനാണ്. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ബോണ്ട് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ആ ഓർഡർ ഇങ്ങോട്ട് മാറ്റി എഴുതി കൊടുത്താൽ മതി. O2 2 പ്ലസിന് ഏറ്റവും കുറവ്, പിന്നെ O2 പ്ലസ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതേ ഓർഡറിൽ എഴുതുക, സൈന് തിരിച്ചിട്ടാൽ മതി. ഓക്കെ, ഇതേ ഓർഡറിൽ നമുക്ക് എഴുതാം. O2 മൈനസ് O2 പ്ലസ് O2 2 പ്ലസ്. എന്ത് ചെയ്യുക? സൈന് തല തിരിച്ചിട്ട് കൊടുക്കുക. ഉണ്ടോ? ഓക്കെ, ഇനി ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ചോദിക്കുകയാണെങ്കിൽ ബോണ്ട് ഓർഡറിന്റെ അതേ രൂപത്തിൽ, സ്റ്റെബിലിറ്റി ചോദിക്കുകയാണെങ്കിലും അതേ രൂപത്തിൽ. ഓക്കെ, ബോണ്ട് ലെങ്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ തല തിരിയണത്, ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ.
ഓക്കെ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ബോണ്ട് പാരാമീറ്റേഴ്സ്, അതിൽ ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്ത്, ബോണ്ട് ഡിസോസിയേഷൻ, എൻതാൽപ്പി ആൻഡ് ഓൾസോ ബോണ്ട് ഓർഡർ വെച്ചിട്ട് സ്റ്റെബിലിറ്റിയും നമുക്ക് കിട്ടും. പിന്നെ ടൈപ്സ് ഓഫ് ബോണ്ട്സ് പറഞ്ഞു, അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഫെജൻസ് റൂൾ, എത്രത്തോളം കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്, അതിന് കാറ്റയോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന PNGCയും ചാർജും സൈസും. ആനയോണിന്റെ കേസിലാണെങ്കിൽ സൈസും ചാർജും മാത്രം. ഓക്കെ, അതിന്റെ 2-3 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് VSEPR തിയറിയാണ് വന്നത്. അതിന്റെ 3 പോസ്റ്റുലേറ്റ് പഠിച്ചു വെക്കുക. ദെൻ ഹൈബ്രിഡൈസേഷൻ നമുക്ക് സമ്മ് വെച്ചിട്ടും സ്ട്രക്ചർ നമുക്ക് സിഗ്മ ബിപിയും LPയും വെച്ചിട്ടും കണ്ടെത്താൻ പറ്റും. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, സിഗ്മ BP മാക്സ് കുറഞ്ഞ് 2 വരെ വരുള്ളൂ, അതിന്റെ താഴത്തേക്ക് കുറയൂല. അതുപോലെ സമ്മ് 6 ആണെന്നുണ്ടെങ്കിൽ സിഗ്മ BP 4 വരെ വരുള്ളൂ. ഓക്കെ, പിന്നീട് അങ്ങോട്ട് സ്ട്രക്ചേഴ്സ് നമുക്ക് പറയാൻ പറ്റൂല. ഇനി അതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. 2 ടൈപ്പ്, സെൻട്രൽ ആറ്റവും സറൗണ്ടിങ് ആറ്റവും ഐഡന്റിഫൈ ചെയ്യുക. സെൻട്രൽ ആറ്റത്തിലെ വാലൻസ് ഷെല്ലിൽ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണെന്നുള്ളത് നോക്കുക. അത് വെച്ചിട്ടാണ് നമുക്ക് സിഗ്മ BPക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, LPക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ച് അത് രണ്ടും കണ്ടെത്തുക. അത് രണ്ടും കണ്ടെത്തി സമ്മും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡൈസേഷനും പറയാൻ പറ്റും. അതേപോലെ പിന്നെ അതിന്റെ സ്ട്രക്ചറും പറയാൻ പറ്റും. സ്ട്രക്ചർ ബൈഹാർട്ട് ചെയ്ത് വെക്കണം, അത് നല്ലോണം ഓർത്ത് വെക്കുക. പിന്നെ അതിലൊരു എക്സെപ്ഷൻ വരുന്നത് സറൗണ്ടിങ് ആറ്റം ഒരിക്കലും സെൻട്രൽ ആറ്റം അല്ലട്ടാ. സെൻട്രൽ ആറ്റം ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ നോർമൽ കേസ്. സറൗണ്ടിങ് ആറ്റം ഓക്സിജൻ വന്നാൽ മാത്രമാണ് എക്സെപ്ഷൻ വരുന്നത്. അപ്പൊ നമ്മളുടെ എൽപിന്റെ ഇക്വേഷൻ V-2s/2 എന്നാണ്. V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺസ്, S എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് അത് കണ്ടെത്താൻ പറ്റും. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്, ചെയ്തു നോക്കുക. പിന്നെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, അതിന്റെ 5 എക്സാമ്പിൾസ്, അതിൽ ഓഫ് ബാവ് പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, 5 പോസ്റ്റുലേറ്റ് കേട്ടോ. ഓഫ് ബാവ് പ്രിൻസിപ്പിൾ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോണ്ട് ഓർഡർ എങ്ങനെ കാണുക എന്നുള്ളത്, ഈ മെത്തേഡ് പഠിച്ചു വെച്ചാൽ ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇത് നല്ലോണം പഠിച്ചു വെക്കുക. പിന്നെ ഒരു ആറ്റം തന്നിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ആ ബോണ്ട് ഓർഡർ വെച്ചിട്ട് പറയാൻ പറ്റും. ബോണ്ട് ഓർഡർ 0, ബോണ്ട് ഓർഡർ 0.5 വരുന്നത്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, പിന്നെ നമ്മൾ കോൺഫിഗറേഷൻ, മോളിക്കുലാർ ഓർബിറ്റൽ MOTന്റെ കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14, അതായത് അപ് ടു N2 വരെ വരുന്നത് ഒരു കേസും, അതുപോലെ എബവ് N2 വരെ വരുന്നത് വേറൊരു കേസുമാണ് വരുന്നത്. പിന്നെ നമ്മൾ അതിൽ അയോൺസ് വരുന്ന സമയത്ത് പാരന്റ് ആറ്റത്തിനെ നോക്കണം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ബോണ്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു എക്സാമ്പിളും ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒന്ന് വേഗം പറഞ്ഞേ. ഹലോ, ക്ലിയർ അല്ലേ? N2- കോൺഫിഗറേഷൻ ഒന്നും കൂടിയെന്നോ? N2- വരുന്ന സമയത്ത് ഇവിടെ ഇതാ നമുക്ക് N2- അതായത് N2 എന്ന് പറയുന്നത് N2 വരെ ഉള്ളത് ട്ടാ, അതായത് 14 ഇലക്ട്രോൺ വരെ ഉള്ള കാര്യങ്ങൾ വരുമ്പോ നമുക്ക് ഈ കോൺഫിഗറേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് 14 വരെ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒന്ന് എണ്ണി നോക്കൂ. ഓരോന്നിലും ഇതിൽ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, അപ്പൊ 4 ആയി. ഇവിടെ 2 6 ആയി. ഇവിടെ 2 8 ആയി. ഇവിടെ 2 10 ആയി. ഇവിടെ 2 12 ആയി. ഇവിടെ 2 14 ആയി. അതായത് ഇവിടെ വരെ മതി, അതായത് സിഗ്മ 2pz വരെ മതി. പിന്നെ എന്തിനാണ് എക്സ്ട്രാ ഓർബിറ്റൽ തന്നിട്ടുള്ളത് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ് ഈ N2-. അതായത് അയോൺസ് വരുന്ന സമയത്ത് ഇപ്പൊ N2- എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോൺ ആണ്. ഒരു നെഗറ്റീവ് ചാർജ് വന്നാൽ 1 ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടി, അപ്പൊ 15 ഇലക്ട്രോൺ എന്നാണ് വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് 14 ഇലക്ട്രോൺ വരെ ഉള്ളതിന് ഈ കോൺഫിഗറേഷനും 15ഉം അതിൽ കൂടുതലും വന്നു കഴിഞ്ഞാൽ ഇതും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് അയോൺസിന്റെ കേസിലല്ല കേട്ടോ. എപ്പോഴും പാരന്റ് ആറ്റത്തിനെ നോക്കണം. അപ്പൊ N2- ഏതിനാണ് പെടുന്നത്? ഈ കോൺഫിഗറേഷനിലാണ് വരിക. അതായത് ഇതിൽ 2, ഇതിൽ 2, ഇതിൽ 2, ഇതിൽ 2, വീണ്ടും 2 എണ്ണം കൊടുക്കും. ഇവിടെ 2 ഇതുവരെ വന്ന 14 ഇലക്ട്രോൺ വരും. ഓക്കെ, പിന്നെ ഒറ്റ ഇലക്ട്രോണേ വരണുള്ളൂ, അത് എവിടെങ്കിലും ഒരിടത്ത് കയറിയിരിക്കും. ഓക്കെ, അവിടെ ഈക്വൽ ആക്കി വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു കേസ് ഓർത്തു വെക്കണം. അതായത് പാരന്റ് ആറ്റത്തിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആ കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യാൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് വെച്ചാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ഡയമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് അവിടെ പെൻഡിങ് വെക്കുന്നുണ്ട്. ഇത് നോട്ട്സ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇനി നമുക്ക് വരുന്നത് പിന്നെ ഒരു മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഏതേ പറഞ്ഞത് ഇക്വിലിബ്രിയം ആവും. ഓക്കെ, ഇക്വിലിബ്രിയം ആണ് അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.
ഇക്വിലിബ്രിയം ടോപ്പിക് വൈസ് മുഴുവനാവും തോന്നണില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അത് ആദ്യം നമുക്ക് ഓർത്തു വെക്കണം. ഈ ചാപ്റ്ററിൽ മെയിൻലി 2 ടൈപ്പാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. 2 ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് നോക്ക്, ഫസ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ 2 എണ്ണാണ് വരുന്നത്. ഒന്ന് കെമിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം. രണ്ടാമത്തേത് അയോണിക് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ആരെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും? കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നൊന്നുമില്ല. എൻട്രൻസ് പോയിന്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സെഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻഷാല്ലാ നാളെ നമുക്ക് എന്തായാലും ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് മാറ്റി എഴുതാം. എൻ്റെ അടുത്ത് അതിന്റെ PPT ഉണ്ട്, പക്ഷെ അതിൽ എഴുതുമ്പോൾ എനിക്ക് ഈ പെൻ ടാബ് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിലേക്ക് മാറ്റി എഴുതുന്നത്. അങ്ങനെ എഴുതിയതിന് ശേഷം മറ്റേ ക്വസ്റ്റ്യൻ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. ഓക്കെ, അപ്പൊ നോക്ക്, അടുത്തത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, ഇനി ഇതിന് അണ്ടറിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എവിടേക്ക് പോവാം? അയോണിക് ഇക്വിലിബ്രിയത്തിലേക്ക് പോവാം. ഓക്കെ, എപ്പോഴാണ് ഈ കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയാം? പ്രൊഡക്റ്റിന്റെയും റിയാക്റ്റിന്റെയും എണ്ണം ഈക്വൽ ആയി അങ്ങനെ പറയരുത്. ഓക്കെ, കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, നമുക്ക് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് ഈക്വൽ ആയി മാറുന്ന സമയത്താണ് എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തെന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഒരു ചെറിയ കാര്യം ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫോർവേഡ് റിയാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ F എന്ന് ഡിനോട്ട് ചെയ്യുള്ളൂ, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ B എന്നും ഡിനോട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി പോവണ്ടല്ലോ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, അപ്പൊ നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്ന ആ ഒരു കേസ് അല്ലെ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇങ്ങോട്ട് ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ രണ്ട് ഭാഗത്തുനിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റും ഫ്രം ബോത്ത് സൈഡ്. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ്, equilibrium can be attained from both side. From both side. Okay, രണ്ട് ഭാഗത്തുനിന്നും എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തേത് പറയുന്നത്, ഈ ഇക്വിലിബ്രിയം അതായത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. ആ ടേം ഓർത്തു വെക്കുക. നാലാമത്തേത് ഇറ്റ് ഈസ് ഡൈനാമിക്. ഓക്കെ, സ്റ്റാറ്റിക്കിന് നേരെ ഓപ്പോസിറ്റ് വരും. സോ ഇറ്റ് ഈസ് ഡൈനാമിക്. ദെൻ അഞ്ചാമത്തെ കാര്യം പറയണത്, ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സംഭവം ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ കേസിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇറ്റ് കനോട്ട് ബി അറ്റൈൻഡ് ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം. അല്ലെങ്കിൽ ഒരു ഓപ്പൺ വെസലിലുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? അറ്റൈൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം കനോട്ട് ബി അറ്റൈൻഡ് ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം. ഒരു ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റൂല? അല്ലെങ്കിൽ ഒരു ഓപ്പൺ വെസലിന്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റൂല. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അത് ഓർത്തു വെക്കുക. നോക്കിക്കോ, ഇക്വിലിബ്രിയം ഡിപ്പെൻഡൻസി വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇക്വിലിബ്രിയം ഡിപ്പെൻഡൻസി എന്ന് പറയണ്ട, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വരുമ്പോ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കോൺസ്റ്റന്റ് ആവും അങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയം
the following factors are constant. Factors are constant. ഓക്കെ, ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തെ കാര്യം, ഒന്ന് ഇട്ടുകൊണ്ട് കളർ. അപ്പൊ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് വരെ അതിൽ കളർ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്താൽ പിന്നെ അവിടെ ഒരു കളറിന് മാറ്റം വരില്ല. അപ്പൊ കളർ കോൺസ്റ്റന്റ് ആയി. ഓക്കെ, രണ്ടാമത്തേത് അതിന്റെ ഡെൻസിറ്റി. അതുവരെ അതിന് മാറ്റം വരുള്ളൂ. പക്ഷേ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല, ഡെൻസിറ്റിക്ക് മാറ്റമില്ല. മൂന്നാമത്തേത് പ്രഷറിന് ചേഞ്ച് വരില്ല. നാലാമത്തേത് കോൺസെൻട്രേഷൻ. and the last one volume. ഓക്കെ, അഞ്ചാമത്തേത് വോളിയം. അപ്പൊ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങൾക്കൊന്നും യാതൊരു മാറ്റമില്ല. ദേ വിൽ ബി ഓൾവേസ് കോൺസ്റ്റന്റ്. 5 ടേംസ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഓർത്തു വെക്കുക. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള സെഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ചാണ്. കെ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ആള് അല്ലെ. അതിൽ 2 ടേം നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയുണ്ട്? കെ സി ഉണ്ട്, കെ പി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ജനറലി ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് കെ എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ 2 കേസാണ് വരുന്നത്. ഒന്ന് കെ സി. ഓക്കെ, കെ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവം? കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ് ഇതിന് പറയാ. എന്താണ് കോൺസെൻട്രേഷന് CONC. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അതാണ് കെ സി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യല് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അത് ഞാൻ പറഞ്ഞു തരാം, ഇപ്പൊ അവിടെ നിൽക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, അതുപോലെ കെ സി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്യാസ് അതുപോലെ അക്വസ് സ്റ്റേറ്റ് ഓൺലി കൺസിഡേർഡ്. ഇത് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേസിന്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ട, നോട്ട് കൺസിഡേർഡ്. അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇക്വേഷൻ നമ്മൾ എഴുതാം എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തേത് കെ പി അല്ലെ, സെക്കൻഡ് വണ്ണ് വരുന്നത് കെ പി. കെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. ഓക്കെ, കെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രഷർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്താണത്? പ്രഷർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ് അതിനെ പറയുക. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യല് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കേപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് എന്നുള്ളതും ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. മെയിൻലി നമുക്ക് കെ സി ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് കെ സി വെച്ചിട്ട് എങ്ങനെ, മറ്റേതാവുമ്പോ പാർഷ്യൽ പ്രഷർ പി എന്ന് വെച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്താൽ മതി. കെ സി കോൺസെൻട്രേഷൻ ആവുമ്പോൾ നമ്മൾ എന്താ പറയാറുള്ളത്, സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഒരു എക്സാമ്പിള്, നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ തരികയാണ്. ജനറലി ഒരു റിയാക്ഷൻ തരുന്നത് എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. ഓക്കെ, എപ്പോഴും ആലോചിക്കേണ്ട കാര്യം പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ്, അതാണ് ഇക്വേഷൻ. ഓക്കെ, പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ കെ സി എഴുതുന്നുണ്ട്, എന്തും എഴുതാം, കെ പിയും എഴുതാം. ഓക്കെ, ഓക്കെ,
അപ്പൊ നമുക്ക് KC എഴുതുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് എന്നുള്ളതാണ് ഇക്വേഷൻ എന്നുള്ളത് ഓർക്കുക. പ്രൊഡക്റ്റിൽ ഇവിടെ C, പിന്നെ വരുന്നത് DU ആണ്. അതിന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോൺസ്റ്റന്റ് അതിന്റെ പവറിൽ വരണം. അതായത് ഇതിന് മുന്നിൽ ഒരു ചെറിയ നമ്പർ വരുമല്ലോ, അത് അതിന്റെ പവറിൽ വരണം. ഡിന്റെ മുന്നിലുള്ള പവർ സ്മോൾ ഡി ആണ്, അത് പവറിൽ ഇട്ടു. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട കോൺസെൻട്രേഷൻ. ഓക്കെ, അതിന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ആരാണ്? എ ആണ്, സ്മോൾ ലെറ്റർ എ, അത് ഡിനോട്ട് ചെയ്തു. അടുത്തത് ബി, അതിന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ബി. ഓക്കെ, ഇനി പാർഷ്യൽ, അതായത് KP ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്താണ് ഇതില് കംപ്ലീറ്റ് ഗ്യാസ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ഗ്യാസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്, ഓർത്ത് വെക്കുക. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാവരും വന്നത്. ഇനി ഗ്യാസ് അല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എഴുതൂല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഡി ഗ്യാസ് അല്ല എന്നുണ്ടെങ്കിൽ ഡി എന്ന് പറഞ്ഞ സാധനം അവിടെ വേണ്ട. ഓക്കെ, ഇനി KP ആണ് എന്നുണ്ടെങ്കിൽ KPന്റെ കേസിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഇടരുത് ഒരു കാരണവശാലും. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അത് കോൺസെൻട്രേഷൻ എന്നാണ്. അപ്പൊ നോർമൽ ബ്രാക്കറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് സിന്റെ പാർഷ്യൽ പ്രഷർ ഓൾ റൈസ് ടു അതിന്റെ കോഎഫിഷ്യന്റ്. ഓക്കെ, അടുത്തത് ഇതാ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി, അതിന്റെ കോഎഫിഷ്യന്റ് പവറിൽ, ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡിൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ പവറിൽ അതിന്റെ കോഎഫിഷ്യന്റ്, അടുത്തത് പാർഷ്യൽ പ്രഷർ ഓഫ് ബി പവറിൽ അതിന്റെ കോഎഫിഷ്യന്റ്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇതല്ലാതെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുള്ളൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ്. അതായത് ഈ രണ്ട് സംഭവങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലായിരിക്കണം, ആ റിയാക്ഷന് നമുക്ക് KC ആയാലും KP ആയാലും കാണണം എന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇറ്റ് മസ്റ്റ് ബി ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലാത്ത സമയത്ത് നമുക്ക് എങ്ങനെ കാണാം? അതിന് നമ്മൾ പറയുന്ന പേരാണ് റിയാക്ഷൻ കോഷ്യന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഇഫ് ദ റിയാക്ഷൻ ഈസ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം, ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയിട്ടില്ല, അപ്പൊ ഉള്ള റിയാക്ഷൻ കോഷ്യന്റ് മീൻസ് ആ കോൺസ്റ്റന്റ് കാണണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിയാക്ഷൻ കോഷ്യന്റ്. എന്താണ് അതിനെ പറയാ? റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് പറയാ. ഡിനോട്ട് ചെയ്യുന്നത് QC എന്നാണ്. QC എന്നാണ്. ഒരു പ്രശ്നവുമില്ല, ഇക്വിലിബ്രിയം ടേമിലല്ല, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അല്ലാത്ത സമയത്തുള്ള അതിന്റെ കോൺസെൻട്രേഷനും കാര്യങ്ങളും അവർ തരുന്നുണ്ടാവുമല്ലോ, അതിനനുസരിച്ച് എന്ത് ചെയ്യുക? അപ്പൊ ഇതേ ഇക്വേഷൻ തന്നെ വരിക. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് അതിന്റെ പവറിൽ അതിന്റെ കോഎഫിഷ്യന്റ് റൈസ് ചെയ്ത് കൊടുക്കുക. സെയിം ഇക്വേഷൻ തന്നെ വരിക, പക്ഷെ ഇതെന്തല്ല, ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള കോൺസെൻട്രേഷൻ അല്ല എന്ന് മാത്രം. ഓക്കെ, അയ്യോ എന്നല്ല വരിക. ഇവിടെ ഈ തന്നിട്ടുള്ള കോൺസെൻട്രേഷൻ വാല്യൂസ് എന്തല്ല, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ വാല്യൂസ് അല്ല. മേ ബി ആ ഇക്വേഷൻ ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു ഇത്തിരി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് അങ്ങോട്ട് മൂവ് ആവുമ്പോൾ സമയത്തുള്ള കോൺസെൻട്രേഷൻ ആവാൻ തന്നിട്ടുണ്ടാവുക. അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കാണേണ്ടത് റിയാക്ഷൻ കോഷ്യന്റ് ആണ്. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കാണും. അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ചെയ്യാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് A B വെച്ചിട്ടല്ലേ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതില് ഓക്കെ, നോക്ക്, ഹേബർ പ്രോസസ്സിൽ, അതായത് അമോണിയന്റെ പ്രിപ്പറേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. N2 + 3H2 gives 2NH3. നമുക്കറിയാം എല്ലാവരും ഗ്യാസ് ആണ് അല്ലെ? ഗ്യാസ് ഗ്യാസ് ഗ്യാസ്. ഒന്ന് വേഗം എഴുതിക്കുക ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എഴുതും. KC എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? ഓക്കെ, KC ഈക്വൽ ടു പ്രൊഡക്റ്റ് എന്നാണ്. പ്രൊഡക്റ്റ് സൈഡിൽ ഇവിടെ NH3 മാത്രം. അപ്പൊ NH3ന്റെ കോഎഫിഷ്യന്റ് എന്താ വരുന്നത്? 2 ആണ്. അത് അതിന്റെ പവറിൽ, ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡിൽ രണ്ടാളുകൾ വരുന്നുണ്ട്. ഒന്ന് N2, രണ്ടാമത്തേത് H2. അതിൽ N2ന്റെ പവറിൽ ആരും എഴുതേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഒന്നും ഇല്ല. 1 ആണ് വരണേ, വേണമെങ്കിൽ 1 എന്ന് ഇട്ട് കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. ദെൻ H2ന്റെ പവറിൽ എന്തെന്ന് വരും? 3 എന്നും വരും.
ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കിക്കോ, നെക്സ്റ്റ് എക്സാമ്പിൾ H2 plus half O2 gives H2O. ഇവിടുത്തെ കേസിൽ നമുക്കറിയാം H2 ഗ്യാസ് ആണ്, O2 ഗ്യാസ് ആണ്. ഇത് ചേർന്നുണ്ടായ ഈ വാട്ടർ ആരാ? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുക? നോക്കിക്കോ, KC ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റ് ആരാണ്? ലിക്വിഡ് ആണ്. ലിക്വിഡ് ആകുമ്പോൾ ആ കോൺസെൻട്രേഷൻ എഴുതണ്ട, അതുകൊണ്ട് 1 ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ H2. ഓക്കെ, അത് ഒന്നേ ഉള്ളൂ, പവറിൽ ഇടണം എന്നില്ല. പിന്നെ വരുന്നത് O2. O2ന്റെ പവറിൽ ആരുണ്ട്? 1/2 വരും. അതിന്റെ കോഎഫിഷ്യന്റ്, സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് അവിടെ കയറി വരും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് KC പറഞ്ഞു, KP പറഞ്ഞു, അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ 2-3 ഇക്വേഷൻസ്. അതിന്റെ ഇടയിൽ നമ്മൾ റിയാക്ഷൻ കോഷ്യന്റ്, അതായത് ഇക്വിലിബ്രിയം അല്ലാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനമാണ് ഇത്. മീൻസ് ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണേണ്ടത് ഏതാണ്? റിയാക്ഷൻ കോഷ്യന്റ് ആണ്. അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള യൂണിറ്റ് ഓഫ് KC ആൻഡ് KP. ഓക്കെ, that is moles per liter all raised to delta n. ഈ ഡെൽറ്റ എൻ എന്താണെന്ന് പറയാം, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പറയാം, അത് അവിടെ നിൽക്കട്ടെ. ഇനി കേപ്പിൻ്റെത് എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രഷറിന്റെ യൂണിറ്റുകൾ അറിയാലോ. ഒരു യൂണിറ്റ് നമുക്കറിയാം ATM ഏതിലാണോ തന്നിക്കണത് അതിനനുസരിച്ച് മാറ്റുക, ഡെൽറ്റ എൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അഥവാ പ്രഷർ നിങ്ങൾക്ക് ബാറിലാണ് തന്നിക്കണെന്നുണ്ടെങ്കിൽ ബാർ റേസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് പ്രഷറിന്റെ യൂണിറ്റ് പാസ്കലിലാണ് തന്നിക്കണെന്നുണ്ടെങ്കിൽ പാസ്കൽ റേസ് ടു ഡെൽറ്റ എൻ. അങ്ങനെ പ്രഷറിനുള്ള എല്ലാ യൂണിറ്റിന്റെയും പവറിൽ ഏതാണോ തന്നിക്കണത് അതിനനുസരിച്ച് അതിന്റെ പവറിൽ എന്ത് കൊടുത്താൽ മതി? ഡെൽറ്റ എൻ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡെൽറ്റ എൻ. എന്താണ് ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ എന്നിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഡെൽറ്റ എൻ ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്യാസ് ഓൺ റിയാക്റ്റന്റ് സൈഡ്. ആദ്യം റിയാക്റ്റന്റ് സൈഡിൽ എത്ര ഗ്യാസ് വരുന്നുണ്ട് നോക്കുക. ഓക്കെ, മൈനസ് നമ്പർ ഓഫ് ഗ്യാസ് ഓൺ പ്രൊഡക്റ്റ് സൈഡ്. ഓക്കെ, നമ്പർ ഓഫ് ഗ്യാസ് ഓൺ പ്രൊഡക്റ്റ് സൈഡ്, പ്രൊഡക്റ്റിന്റെ ഭാഗത്ത് എത്ര ഗ്യാസ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കുക. ഇതാണ് ഡെൽറ്റ എൻ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് തരാം, നോക്കിക്കോ. ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത് ഇപ്പോ ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഡിനോട്ട് ചെയ്യാം. 3A plus 2B gives 2C plus D. ഓക്കെ, ഇങ്ങനെ വന്നു. ഇതിലെല്ലാവരും ഗ്യാസ് ആണ് കേട്ടോ, ഇതിലെല്ലാവരും ഗ്യാസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നിങ്ങളോട് ഡെൽറ്റ എൻ കാണാൻ പറഞ്ഞ നമ്മൾ ചെയ്യേണ്ടത് റിയാക്റ്റന്റ് സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട്? 3 + 2 5 ഗ്യാസ് വരുന്നുണ്ട് അല്ലെ, മൈനസ് പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഗ്യാസാ? 2 + 1 3 ഗ്യാസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 5 - 3 എന്ന് പറയുമ്പോൾ 2 വരും. കണ്ടോ ഡെൽറ്റ എന്നിന്റെ വാല്യൂ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ, നമ്മളുടെ ഹേബർ പ്രോസസ്സിന്റെ കേസ് നമുക്കൊന്ന് നോക്കാം. N2 + 3H2 gives 2NH3. നമുക്കറിയുന്നതാണ്, എല്ലാവരും ഗ്യാസ് ആണ്. N2 H2 ആൻഡ് അമോണിയ. ഓക്കെ, എല്ലാവരും ഗ്യാസ് ആണ്. ഇവിടെ നമ്മൾ ഡെൽറ്റ എന്നിന്റെ വാല്യൂ കാണുന്ന സമയത്ത് റിയാക്റ്റന്റ് സൈഡിൽ N2 1 H2 3 ടോട്ടലി 4. ഓക്കെ, മൈനസ് പ്രൊഡക്റ്റ് സൈഡിൽ എത്ര എണ്ണം? മാറിപ്പോയോ? അയ്യോ, ഇത് മാറിപ്പോയിട്ടോ. ഇക്വേഷന് റിയാക്റ്റന്റ് അല്ല, ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്.
എക്സാമ്പിൾ വരുമ്പോഴാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഗ്യാസ് ഓൺ പ്രൊഡക്റ്റ് സൈഡ് മൈനസ് നമ്പർ ഓഫ് ഗ്യാസ് ഓൺ റിയാക്റ്റന്റ് സൈഡ് എന്നാണ് കേട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പൊ ഇതൊക്കെ മാറി. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോ ഓക്കെ നോക്കിക്കോ, പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 എണ്ണം മൈനസ് ഇവിടെ 5 എണ്ണം. സോ ടോട്ടലി -2 എന്നാണ് വരിക. ഓക്കെ, ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 2 എണ്ണം മൈനസ് റിയാക്റ്റന്റിന്റെ സൈഡിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 4 എണ്ണം. ഇവിടെ 1 ഇവിടെ 3 എണ്ണം. സോ 4 എണ്ണം. സോ ആൻസർ എന്തെന്ന് വരും? -2 എന്ന് വരും. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിള് നോക്ക്. കാർബണ് സോളിഡ് ആണ്, അറിയാം അല്ലെ. ½ O2 എന്താണ്? ഗ്യാസ് ആണ്, അതും അറിയാം. രണ്ടും കൂടി ചേർന്നാൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, അതും ഗ്യാസ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിന്റെ എണ്ണം നോക്കിയാൽ മതി, സോളിഡിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഡെൽറ്റ എന്നെ കാണുമ്പോൾ ആദ്യം പ്രൊഡക്റ്റിലാകെ ഒരു ഗ്യാസ് ആണ് ഉള്ളത്, കാർബൺ മോണോക്സൈഡ്, മൈനസ് റിയാക്റ്റന്റിൽ ഇയാളെ നോക്കണ്ട, കാരണം ഇയാള് സോളിഡ് ആണ്, കാർബൺ സോളിഡ് ആണ്. അപ്പൊ അതിനെ നോക്കണ്ട. ഗ്യാസ് വരുന്നത് ഓക്സിജൻ ആണ്, അത് ഹാഫ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഹാഫ് കൊടുത്തു. 1 - ½ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഹാഫ് എന്ന് വരും. ഓക്കെ, 1 - ½ എന്ന് പറയുമ്പോൾ വാല്യൂ ഹാഫ്. ഓക്കെ, 1/2 എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ എന്നിന്റെ വാല്യൂ കാണുക. ഓർത്ത് വെക്കുക, നമ്പർ ഓഫ് ഗ്യാസ് ഓൺ പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗ്യാസസ് ഓൺ റിയാക്റ്റന്റ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, പിന്നെ റിയാക്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് മിനിറ്റ്, ഇത് എത്രത്തോളം സൈസ് വന്നിക്കണെന്ന് നോക്കട്ടെ. കൂടി പോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എന്തിനെ കുറിച്ച് നോക്കാം? അടുത്തത് റിലേഷൻ. നോക്ക്, റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC. KPയും KCയും തമ്മിലുള്ള റിലേഷൻ ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC. ഓക്കെ, അപ്പൊ അടുത്ത സബ്മിറ്റിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ റിലേഷൻ? നോക്കിക്കോ, റിലേഷൻ പഠിച്ചു വെക്കുക. KP ഈക്വൽ ടു KC RT raised to delta N. KP equal to KC into RT raised to delta N. ഡെൽറ്റ N കാണൽ എങ്ങനെയെന്ന് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ച് കണ്ട് അതെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇക്വേഷൻ വരിക? ഇപ്പൊ നമുക്ക് നോർമലി കോൺസെൻട്രേഷൻ തന്നിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആ കേസിന്റെ വാല്യൂ ഒക്കെ കൊടുത്തുകൊണ്ട് കിട്ടും കേട്ടോ. ഓക്കെ, കറക്റ്റ് വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ തന്നിട്ടില്ല, ജസ്റ്റ് ഒരു റിയാക്ഷൻ തന്നുകൊണ്ട് അതിന്റെ ഒരു ഫോമാറ്റിലേക്ക് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നോക്ക്, നമ്മൾ നോർമലി എടുക്കുന്ന അമോണിയന്റെ കേസ് എടുക്കണം. N2 + 3H2 gives 2NH3. നമുക്കറിയാം എല്ലാരും ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളവരാണ്, അപ്പൊ അത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ KP കാണുന്നതിന് മുമ്പ് നമുക്ക് ആരെ കാണണം? ഡെൽറ്റ N കാണണം. ഡെൽറ്റ N എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സൈഡിലുള്ള ഗ്യാസ് 2 മൈനസ് റിയാക്റ്റന്റ് സൈഡിലുള്ള ഗ്യാസ് 4. 2 - 4 എന്ന് വരുമ്പോൾ -2 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ KP ഈസ് ഈക്വൽ ടു KC RT all raised to -2. ഒന്നിക്ക നിങ്ങൾക്ക് ഇക്വേഷൻ ഇങ്ങനെ കാണാം. ഇനി ചിലപ്പോ നമുക്ക് ഓപ്ഷൻ തരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പകരം ആ നെഗറ്റീവ് പവറിനെ അവർ താഴത്തേക്ക് ഇറക്കിയിട്ടിട്ട് അത് പോസിറ്റീവ് പവർ ആയിട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ രണ്ടിൽ വന്നാലും ഓക്കെ ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ. ഓക്കെ, മറ്റൊരു എക്സാമ്പിള് H2 + I2 gives 2HI. ഓക്കെ, ജനറലി യൂസ് ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. H2 + I2 gives 2HI. എല്ലാവരും ഗ്യാസ് ആണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്.
ഓക്കെ, അപ്പൊ അത് ഞാൻ കൊടുത്തു. അത് റിയാക്ഷനിൽ തരും ട്ടോ അവര്. നമുക്ക് കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ റിയാക്ഷനിൽ തരും, അത് പേടിക്കണ്ട. ഇനി ഡെൽറ്റ എൻ ആദ്യം കാണണം. റിയാക്ടന്റ് സൈഡിൽ 2 മൈനസ് പ്രൊഡക്റ്റ് സൈഡിൽ 1 ഹൈഡ്രജനും 1 അയഡിൻ്റെതും, അപ്പൊ ടോട്ടലി 2. അപ്പൊ 2 - 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 0. പ്രൊഡക്റ്റ് സൈഡ് മൈനസ് റിയാക്ടന്റ് സൈഡ്, സോ 0 വന്നു. 0 വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്ന KP = KC × RT പവറിൽ ഡെൽറ്റ എൻ. ഇവിടെ പവറിൽ 0 വരും. എന്തിൻ്റെങ്കിലും പവറിൽ 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താണ്? 1 എന്നാണ്. അപ്പൊ KC × 1 എന്ന് വരും. അതായത് KP ആർക്ക് ഈക്വലായി? KCക്ക് ഈക്വലായി. ഓക്കെ, എന്തിൻ്റെങ്കിലും പവറിൽ 0 വന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ K, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ആ വാല്യൂ എന്തിനൊക്കെ അനുസരിച്ച് മാറാം. ഓക്കെ, Kന്റെ ഡിപ്പെൻഡൻസി എന്തിലൊക്കെയാണ് ഉള്ളത്? ഓക്കെ, അതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഡിപ്പെൻഡൻസി ഓഫ് K, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഡിപ്പെൻഡൻസി ഓഫ് K ഓൺ 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടറിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഈ 2 ഫാക്ടർ മാറുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ Kന്റെ വാല്യൂ മാറുള്ളൂ. ആലോചിക്കുക, ഈ 2 ഫാക്ടർ മാറുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തിന്റെ വാല്യൂ മാറുള്ളൂ? Kന്റെ വാല്യൂ മാറുള്ളൂ എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, ആ 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ടെമ്പറേച്ചർ. ഓക്കെ, രണ്ടാമത്തേത് മോഡ് ഓഫ് എക്സ്പ്രഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മോഡ് ഓഫ് എക്സ്പ്രഷൻ. ഈ 2 മാറുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? Kന്റെ വാല്യൂ മാറുള്ളൂ. അത് ഞാൻ കറക്റ്റ് ഇവിടെ അതുപോലെ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, മലയാളത്തിൽ തന്നെ എഴുതി വെക്കുന്നുണ്ട്. ഇത് ചേഞ്ച് ആയാൽ മാത്രമേ K ചേഞ്ച് വരൂ. ഓക്കെ, അപ്പൊ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ നമ്മളെ തല തിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പ്രഷർ ഇത്ര ഡബിൾ ആക്കി, അല്ലെങ്കിൽ പ്രഷർ ഇത്ര കുറച്ചു, അല്ലെങ്കിൽ വോളിയം ഇത്ര ചേഞ്ച് വരുത്തി, എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാം. അപ്പൊ Kക്ക് എന്ത് മാറ്റം വരും എന്നുള്ള രൂപത്തിൽ ക്വസ്റ്റ്യന് കാണാം. ആലോചിക്കുക, ഓരോന്നും മാറിയാ ആര് മാറൂല? K മാറൂല. K മാറണം എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ, മോഡ് ഓഫ് എക്സ്പ്രഷൻ, ഈ 2 വരുന്ന ചേഞ്ചസിനെ എന്ത് വരുള്ളൂ? Kന്റെ വാല്യൂല് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെ നമ്മൾ ഈ KC കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ കാൽക്കുലേഷൻ ഓഫ് KC എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. അതിൽ നമുക്ക് 2 കേസ് ആണ് വരുന്നത്. അതിൽ സെക്കൻഡ് കേസ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫസ്റ്റ് കേസ് സിമ്പിൾ ആണ്, ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ സാധനമാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കേസ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സെഷൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കാൽക്കുലേഷൻ ഓഫ് KC. കാൽക്കുലേഷൻ ഓഫ് KC. ഓക്കെ, ഇത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു പോകും കേട്ടോ. ആദ്യം ഒന്നാമത്തെ കേസ് ഏതാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള കോൺസെൻട്രേഷൻ ഡയറക്റ്റ് ആയിട്ട് തരും. ഓക്കെ, ഇപ്പൊ A+B gives C+D എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിയാക്ഷൻ ഉണ്ട്. എന്നിട്ട് പറയാണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദീസ് A, B, C, D അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചൊരു 4 വാല്യൂസ് അവർ തരും. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, ഇഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ല സോറി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ഓക്കെ, നമുക്ക് ഇഫ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ. ക്വസ്റ്റ്യനിൽ നേരിട്ട് എന്ത് തരികയാണ്? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അത് സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം, ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു പോവാം. ഓക്കെ, അപ്പൊ ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ദ ഫോളോവിങ്
reaction, for the following reaction, A plus B gives 2C. Okay, comma, at equilibrium, the concentration of A, B, C and D. A, B, C and D are found to be കുറച്ച് വാല്യൂസ് നിങ്ങൾക്ക് തരുന്നത്. സി ഡി ഇല്ലല്ലോ അല്ലെ, സോറി. A, B and C are found to be 0.2 വരും, 0.4 and 0.8 respectively. 0.8 respectively. Okay, then calculate Kc. അങ്ങനെയാണെങ്കിൽ Kc കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യം ഞാൻ ആ റിയാക്ഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. ഇത് ചെയ്യുന്ന മെത്തേഡാണ് പറയാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ വെച്ചിട്ടേ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ആ റിയാക്ഷൻ ഇങ്ങോട്ട് എടുത്തു. A plus B gives 2C എന്നാണ്. ഇനി അവര് പറഞ്ഞത് പ്രകാരം എന്റെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിക്കണ്, ദാറ്റ് ഈസ് 0.2. ഓക്കെ, ബിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.4. സിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.8 റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞപ്പോ കറക്റ്റ് ഓർഡറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞേ എന്താണ്? Kc ആണ് കാണാൻ പറഞ്ഞത്. Kc കാണുന്ന സമയത്ത് നമുക്കറിയാം പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ്. ഓക്കെ, പിന്നെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന്റെ പവർക്ക് റേസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ ഇവിടെ സി ആണ്. സിക്ക് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് 2 ഉണ്ട്, അപ്പൊ അത് പവറിൽ കൊടുത്തു. ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് നോക്കുമ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ട്. എക്കും ബിക്കും കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല, സോ നമ്മൾ അത് അതുപോലെ കൊടുത്തു. ഇനി നേരെ എന്ത് ചെയ്ത് കൊടുക്കുക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിന്റേത് എന്താണ്? 0.8, അതിന് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്റേത് എന്താ വരുന്നത്? 0.2, പിന്നെ ബിന്റേത് 0.4. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട് 0.8 സ്ക്വയർ എന്നുള്ളതിന് 0.8 ഇൻറ്റു 0.8 എന്ന് കൊടുത്തു. ഇത് 0.2 ഇൻറ്റു 0.4. ഓക്കെ, എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇതാ 8/2. 8/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 വരും. അടുത്തത് 8/4. 8/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 വരും. അപ്പൊ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 4 ഇൻറ്റു 2. 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? കേസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ അത് ശ്രദ്ധിക്കേട്ടാ. ഓക്കെ, അങ്ങനെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ തന്നിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അവര് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തരും, ഇക്വിലിബ്രിയത്തിലുള്ളത് തരില്ല. സ്റ്റാർട്ടിങ്ങിലുള്ള കോൺസെൻട്രേഷൻ ആണ് അവര് തരിക. അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ, രണ്ടാമത്തെ കേസ് ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടാ. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അപ്പൊ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടോ, ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് ഗിവൺ, ഇക്വിലിബ്രിയം അല്ല, ഇനീഷ്യൽ ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ ആണ് അവർ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ചെയ്തു പോകണം? അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർ ദ ഫോളോവിങ് റിയാക്ഷൻ, ആദ്യം നമുക്ക് ഒരു മോള് വരുന്ന കേസ് എടുക്കാം. A gives B plus C, comma, initially 2 mole of A is taken. ആദ്യം എടുത്തിട്ടുള്ളത് 2 മോള്.
Okay, at equilibrium, the total number of moles is found to be 3 mole. Okay, then calculate Kc. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് എടുത്ത് എഴുതും അല്ലെ? ഏത് നമ്മളുടെ റിയാക്ഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. എ ഗീവ്സ് ബി പ്ലസ് സി. ഓക്കെ, ഇവിടെ ഈ റിയാക്ഷൻ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. ആദ്യം റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് 1 മോളാണ്, ബിയും 1 മോളാണ്, സിയും 1 മോളാണ്. അത് ഓർത്തു വെക്കുക. ഇനി അവര് ക്വസ്റ്റ്യനിൽ തന്നത് പ്രകാരം അവരെന്താ തന്നിട്ടുള്ളത്? ഇനീഷ്യലി 2 മോള് എ ഈസ് ടേക്കൺ എന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ ഇനീഷ്യൽ കണ്ടീഷനിൽ എത്ര മോളാണുള്ളത്? 2 മോളാണ് ഉള്ളത് എ. ഇനീഷ്യൽ കണ്ടീഷനിൽ ബിയും സിയും ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? റിയാക്ഷൻ തുടങ്ങി കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞാലല്ലേ പ്രൊഡക്റ്റും ഫോം ചെയ്യുള്ളൂ. അപ്പൊ തുടക്കത്തിൽ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാവുമോ? തുടക്കത്തിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? റിയാക്റ്റന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യം തന്നെ അവിടെ ആര് വരില്ല? പ്രൊഡക്റ്റ് വരില്ല. അപ്പൊ ഇനീഷ്യലി പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? അത് 0 ആയിരിക്കും. അവിടെ ഇല്ലല്ലോ, പ്രൊഡക്റ്റ് ഇല്ലല്ലോ. അത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനീഷ്യലി റിയാക്റ്റന്റ് ഉണ്ടാവുള്ളൂ, എന്തുണ്ടാവില്ല? പ്രൊഡക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം അറ്റ് ഇക്വിലിബ്രിയം വന്നു കഴിഞ്ഞപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 3 മോൾ എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം സ്റ്റേറ്റും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇക്വിലിബ്രിയം സ്റ്റേറ്റില് നല്ലോണം ആലോചിച്ചോ. ഈ 1 മോള് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ നോക്ക്, ഈ 1 മോള് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് 1 മോള് ബിയും 1 മോള് സിയും ആണ്. അപ്പൊ എ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ബിയും അത്രത്തോളം സിയും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പറയാണ്, എന്റെ വാല്യൂ ഒരു 1/2 കുറഞ്ഞ് 1/2 കുറഞ്ഞാല് ബി 1/2 ഉണ്ടാവും, സിയും 1/2 ഉണ്ടാവും. ഓക്കെ, എന്റെ വാല്യൂ എത്രത്തോളം കുറയുന്നുണ്ടോ, റിയാക്റ്റന്റിന്റെ വാല്യൂ എത്രത്തോളം കുറയുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും പ്രൊഡക്റ്റ് വരിക. ഇവിടെ എല്ലാം സെയിം ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇവിടെ എന്റെ വാല്യൂ ഇപ്പൊ ഇവിടെ ഒരു 2 ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട, അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം സെയിം ആയപ്പോ ആലോചിക്കുക. ഫസ്റ്റ് ഞാൻ അതിനാണ് ഇവിടെ എഴുതി വെച്ചത്. 1 മോള് എ ടു കംപ്ലീറ്റ് ആയിട്ട് മാറിയാൽ നമുക്ക് അവിടെ കിട്ടുന്നത് 1 മോള് ബിയും 1 മോള് സിയും ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ ഞാന് ഇനീഷ്യലി 2 അല്ലേ ഇവിടെ എടുത്തിക്കണത്. 2ന്ന് എത്രയോ ഒരു വാല്യൂ, എനിക്കറിയില്ല, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയപ്പോ എത്രയോ ഒരു വാല്യൂ, ആ വാല്യൂവിന് ഞാൻ എക്സ് എന്ന് എടുത്ത് കുറഞ്ഞിട്ടുണ്ട്. എയിൽ നിന്ന് എത്രയോ ഒരു വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അത്രയും വാല്യൂ എന്തുണ്ടായിട്ടുണ്ടാവും? ബിയും ഉണ്ടായിട്ടുണ്ടാവും, അത്രയും വാല്യൂ സിയും ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇവിടെ 1 മോള് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞാൽ 1 മോള് ബിയും 1 മോള് സിയും ഉണ്ട്. അപ്പൊ എത്രയോ വാല്യൂ കുറഞ്ഞാൽ അത്രയും വാല്യൂ ബിയും ഉണ്ടാവും, അത്രയും വാല്യൂ സിയും ഉണ്ടാവും. അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് ഇക്വിലിബ്രിയം. ഇതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടാ പോരെ? നോക്കി നോക്ക്, ടോട്ടൽ വാല്യൂ നമുക്ക് തന്നിക്കണതാ. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പൊ ടോട്ടൽ ഈക്വൽ ടു 3 എന്ന് അവർ തന്നിക്കണേ. ഇക്വിലിബ്രിയം കണ്ടീഷന്റെ ടോട്ടൽ 3 ആണ്. ടോട്ടൽ എന്ന് പറയുമ്പോൾ 2 മൈനസ് എക്സ് പിന്നെ പ്ലസ് എക്സ് പിന്നെ പ്ലസ് എക്സ് ഈക്വൽ ടു 3. ഓക്കെ, എക്സ് ക്യാൻസൽ ആയി പോയി, ബാക്കി 2 പ്ലസ് എക്സ് ഈക്വൽ ടു 3 എന്ന് വരും. എക്സ് ഈക്വൽ ടു 3 മൈനസ് 2 എന്ന് വരും. അതായത് എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നോക്കിക്കോ, ഇനി ഞാൻ മാറ്റി എഴുതുന്ന സമയത്ത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂ എനിക്കറിയാം. കാരണം എന്താ? എന്റേത് എന്ത് വരും? 2 മൈനസ് എക്സ് എന്നാണ്. അപ്പൊ എന്തെന്ന് വരും? 2 മൈനസ് 1 എന്ന് വരും. അതായത് 1. എന്റേത് കിട്ടി. ബിന്റെ വാല്യൂ എന്താ ഞാൻ കൊടുത്തിട്ടുള്ളത്? ഇക്വിലിബ്രിയത്തിൽ എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ബിന്റെ വാല്യൂയും കിട്ടി. സിന്റെ വാല്യൂ എന്താ ഇക്വിലിബ്രിയത്തിൽ കൊടുത്തിട്ടുള്ളത്? എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എക്സിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 1 എന്ന് കിട്ടി. ഇനി ഇത് നേരെ നമ്മളുടെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നം തീർന്നു. നമ്മളുടെ ഇക്വേഷൻ എന്താ? കെ സി ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബിയും സിയും ആണ്. രണ്ടിനും സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് വരുന്നില്ല. അപ്പൊ പവർക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ. ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ്. റിയാക്റ്റന്റിനും സ്റ്റോയിഷോമെട്രിക് കോഎഫിഷ്യന്റ് ഇല്ല. ഇനി നേരെ കൊടുക്കുക. ബിന്റേത് എത്ര കിട്ടിയത്? 1 ഇൻറ്റു സിന്റേത് എത്ര കിട്ടിയത്? 1 ഡിവൈഡഡ് ബൈ എന്റേത് എത്ര കിട്ടിയത്? 1. അപ്പൊ നമ്മളുടെ കേസ് എന്ന് പറയണത് എന്തെന്ന് വരും? 1 എന്ന് വരും. ഓക്കെ, ചെയ്തത് ക്ലിയർ ആണോ? ഇതിപ്പോ എല്ലാം 1 വന്നാലുള്ള കേസ് ഞാൻ പറഞ്ഞു. അഥവാ അവിടെ മോളിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആ ഒരു കേസും കൂടി ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒന്ന് ചെയ്യണോ? ഇങ്ങനെ ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ എടുക്കാം. നോക്കിക്കോ, അല്ലെങ്കിൽ വേണ്ട. ഇതേ ക്വസ്റ്റ്യനിൽ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. സെയിം ക്വസ്റ്റ്യന് ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് കട്ടേ പറ്റുള്ളൂ, കോപ്പി ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. കോപ്പി ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, തന്നെയല്ലേ വരുന്നത്. ഗിവ്സ് പി പ്ലസ് സി ഇനീഷ്യലി 2 mole of is taken at equilibrium. The total number of moles is found to be. Then calculate Kc. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ഇവിടെ മാത്രം ഒന്ന് മാറ്റം വരുത്തുന്നു. അപ്പൊ ഇതില് ഇങ്ങനെ മാറ്റം വരുത്താം. നോക്ക്, എ ഗീവ്സ് ബി പ്ലസ് 2c. ഇങ്ങനെയാണ് ഇക്വേഷൻ ആക്കിയത് കേട്ടോ. ഓക്കെ, അതായത് എണ്ണത്തിൽ മാറ്റം വന്നു. അപ്പൊ നോക്ക്, ഞാൻ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ജനറലി ചെയ്യുന്ന പോലെ ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ റിയാക്ഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതും. എ ഗീവ്സ് ബി പ്ലസ് സി, സോറി 2b പ്ലസ് സി. ഇവിടെ ആലോചിച്ചോ, ഒരു മോള് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി ബി ഉണ്ടായിരിക്കും, അതേ മോള് സിയും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിള്, ഞാൻ എന്റെ വാല്യൂ കുറഞ്ഞു, എന്റെ വാല്യൂ ഹാഫ് ആണ് കുറഞ്ഞത്, 1/2 കുറഞ്ഞു എന്ന് പറഞ്ഞ അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോ ഒരു മോൾ ആരുണ്ടാവും? ബി ഉണ്ടാവും. പിന്നെ ആരല്ലേ കുറഞ്ഞത്? അതേ വാല്യൂല് സിയും ഉണ്ടാവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതേ വാല്യൂലിൽ തന്നിരിക്കുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയണത് നോക്കുമ്പോ ഇനീഷ്യലി എന്റെ വാല്യൂ അവർ 2 മോൾ എന്ന് തന്നിക്കണം. എന്റെ വാല്യൂ 2 മോള്. ഇനീഷ്യലി ബിയും സിയും ഒന്നും ഉണ്ടാവൂല, അത് 0 കൊടുക്കുക. ഇനിയിപ്പോ എത്ര എണ്ണം മാറിയാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാവൂലല്ലോ, അപ്പൊ അത് നമ്മൾ 0 കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുന്ന സമയത്തുള്ളതാണ് നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പൊ അതിന് നമുക്ക് അവരാകെ തന്നിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ 2 മോളിന്ന് എന്തോ ഒരു വാല്യൂ അവിടെ കുറഞ്ഞു. ഓക്കെ, അപ്പൊ എ 1 ആയപ്പോ സിയും 1 തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താണോ കുറഞ്ഞത് അത് തന്നെയാണ് ഇവിടെയും വരിക സിക്ക്. പക്ഷെ എ 1 ആവുമ്പോ ബി 2 മോളാ വന്നത്, ഡബിൾ ആയി അല്ലെ, 2 ഇൻറ്റു. അപ്പൊ ഇവിടെ എത്ര കുറഞ്ഞത്? എക്സ് അല്ലേ കുറഞ്ഞത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ 2x എന്ന് എഴുതണം, ഇവിടുത്തെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. ടോട്ടൽ എത്രയാന്നാ തന്നിട്ടുള്ളത്? കാൽക്കുലേഷൻ ശരിയാവുമോ നോക്കട്ടെ, നോക്കി നോക്കാം. 2 - x plus 2x plus x is equal to 3. ഓക്കെ, -x ഉം +x ഉം ക്യാൻസൽ ആയി പോയി. 2 plus 2x is equal to 3. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഒന്ന് മാറ്റാം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമുക്കൊരു 8 എന്ന് കൊടുക്കാം. നോക്കി നോക്കാം, ചെയ്ത് നോക്കാം. 8 എന്ന് കൊടുക്കാം. ഓക്കെ, നോക്കിക്കോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 8 ആണ് വരുന്നത് കേട്ടോ. ഇനി നോക്ക്, ടോട്ടലി 8. അപ്പൊ ഞാൻ ബാക്കിയുള്ളതൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ട്. എക്സും എക്സും ക്യാൻസൽ ആയി. 2 + 2x = 8 എന്ന് വരും. 2x is equal to 8 - 2 എന്ന് വരും. അതായത് 2x 4 ആയി. അപ്പൊ x equal to 6 ആയി. x equal to 6/2 എന്ന് വരും. എക്സിന്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള അതിന്റെ ഒറിജിനൽ വാല്യൂസ് കണ്ടെത്താൻ പോവാണ്. നോക്കിക്കോ, ഇക്വിലിബ്രിയം സ്റ്റേറ്റില് എന്റെ വാല്യൂ കണ്ടെത്തുമ്പോ എ എന്ന് പറയുന്നത് 2 - x. നെഗറ്റീവ് വരികയാണ്. ഓക്കെ, നോക്ക്, എ എന്ന് പറയുന്നത് 2 - x.
2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 2 മൈനസ് 3 വരും, ആൻസർ -1. ഓക്കെ, ബി 2b എന്ന് പറയുമ്പോൾ അതെന്താണ് 2x ആണ്. 2x എന്ന് പറയുമ്പോൾ 2 × 3 വരും, ദാറ്റ് ഈസ് 6. ഇവിടെ വാല്യൂ കൊടുത്തതിൽ പ്രശ്നമുണ്ട്. ഓക്കെ, നോക്ക് അടുത്തത് സി എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ് വരുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 3 വരും. അതൊന്ന് നോക്കുക. ഇനി ഇത് വെച്ചിട്ടാണ് നേരെ എന്ത് ചെയ്യുക, കെ സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. കെ സി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റില് ബിയും സിയും ആണ് വരുന്നത്. ബി എന്ന് പറയുന്നതിന്റെ പവറിൽ 2 ഉണ്ടാവും, സി എന്ന് പറയുന്നത് അതുപോലെ കൊടുത്തു, ഡിവൈഡഡ് ബൈ എ. ഓക്കെ, വാല്യൂ കൊടുക്കുന്ന സമയത്ത് 6ന്റെ പവറിൽ 2, ദെൻ 3 അതുപോലെ കൊടുത്തു, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുമ്പോൾ -1. ഓക്കെ, 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 വരും. 36 × 3 -1 എന്ന് പറയുമ്പോൾ മൈനസ് ഇവിടേക്ക് വരും. ഓക്കെ, 6 × 3 എന്ന് പറയുമ്പോൾ 18, 1 കയ്യിലുണ്ട്. 6 3 × 3 9, 108 വരും. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ വാല്യൂ വരിക. മനസ്സിലായോ? മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഇത് റിലേറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കാം. അയ്യോ, ഇത് ഒരുപാട് താഴേക്ക് പോന്നൂല്ലേ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഇത് റിലേറ്റഡ് ആയിട്ട് ചെയ്യാം. അയോണിക് ഇക്വിലിബ്രിയം ഉണ്ടല്ലോ അല്ലെ എടുക്കാന്. നോക്ക്, ഒരു ക്വസ്റ്റ്യനും കൂടി എന്തായാലും ചെയ്ത് നോക്കാം. ബാക്കി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോക്കാം കേട്ടോ. നമുക്ക് ഫോർ ദ ഫോളോവിങ് റിയാക്ഷൻ, ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ വാല്യൂസിൽ ഡിഫറൻസ് വരുന്നത് കേട്ടോ. ഞാൻ വെറുതെ ഒരു വാല്യൂ ഇട്ടെടുത്തതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിന്റെ എക്സാക്ട് കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ ദ ഫോളോവിങ് റിയാക്ഷൻ A gives 2b plus c. ഓക്കെ, സെയിം റിയാക്ഷൻ ആണ്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനീഷ്യലി 4 mole of A is taken. Initially 4 mole of A is taken. Okay, at equilibrium concentration of B is found to be, അവിടെ ബീൻ്റെത് മാത്രമാണ് തന്നങ്ങനെ, B is found to be 1 mole. കാൽക്കുലേറ്റ് കെ സി. ഒന്നുമില്ല, വേഗം എക്സിന്റെ വാല്യൂ എവിടുന്ന് കിട്ടും, വെറുതെ സം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ ഡിഫറൻസ്. നമുക്ക് A gives 2b plus c എന്നല്ലേ. ഇതിൽ നമുക്ക് ഇനീഷ്യലി തന്നിട്ടുള്ള കേസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനീഷ്യലി അവര് തന്നിട്ടുള്ളത് 4 മോള് എ തന്നിക്കണ്. ഇനീഷ്യലി പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, അപ്പൊ അത് 0 കൊടുത്തു. പിന്നെ ഇക്വിലിബ്രിയം സ്റ്റേറ്റില് അവര് തന്നിട്ടുള്ള, ഇപ്പൊ ഒരു എക്സാമ്പിള് ഞാൻ നോക്ക്, ഇവിടെ നോക്കുന്ന സമയത്ത് 4 എന്തോ ഒരു വാല്യൂ അവിടെ കുറഞ്ഞു. അതേ വാല്യൂ ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെയും 1 ആണ് അല്ലെ, എന്റേത് 1 ആണ്, സീൻ്റെതും 1 ആണ്. അപ്പൊ സെയിം വരണോടുത്ത് അതേ വാല്യൂ എത്രയാണോ കുറഞ്ഞത് അതേ വാല്യൂ കൊടുക്കുക. അപ്പൊ എക്സ് തന്നെ കൊടുത്തു. ബി എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ വന്നു, അപ്പൊ എക്സിന്റെ ഡബിൾ കൊടുക്കുക, 2x. ഇനി അവര് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അറ്റ് ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ഫൗണ്ട് ടു ബി 1 മോള്. അപ്പൊ ഈ 2x എന്ന് പറയുന്നത് എന്താണെന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 1 മോൾ ആണ്. ബാക്കി ഇവിടുന്ന് ചെയ്തൂടെ, നേരെ കാൽക്കുലേഷൻ കൊടുക്കുന്നത് 2x = 1. സോ x = എന്ത് വരും, 1/2 എന്ന് വരും. അപ്പൊ എക്സിന്റെ വാല്യൂ അവിടെ കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇക്വിലിബ്രിയം കാണാൻ നമുക്ക് ഈസിയാണ്. ഇക്വിലിബ്രിയം കാണുന്ന സമയത്ത് നമുക്ക് എ എന്ന് പറയുന്നത് 4 - x ആണ്. 4 - x എന്ന് പറയുമ്പോൾ 4 - 1/2.
ഓക്കെ. ഫോർ മൈനസ് വൺ ബൈ ടു. ഇനി ബാക്കി ചെയ്യുന്ന സമയത്ത് 2 × 4 എന്ന് പറയുമ്പോൾ 8 വരും. 8 - 1 എന്ന് പറയുമ്പോൾ 7 വരും. അപ്പൊ 7/2. ഓക്കെ. 7/2 എന്ന് പറഞ്ഞാൽ 3.5. അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് 2b. 2bന്റെ കേസിൽ റിയാക്ടന്റ് ഗേസ് 2b. 2b എന്ന് പറയുന്നത് എന്ത് വരും? 2 × x. ന്റെ വാല്യൂ 1/2 അല്ലേ? അപ്പൊ 2 × 1/2. 2 × 1/2 എന്ന് പറയുമ്പോൾ 1 വരും. 2 ും 2 കട്ടായി പോയി. അടുത്തത് സി ആണ്. സി എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിന്റെ വാല്യൂ 1. അത് നേരിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. നമുക്ക് വേഗം എന്ത് ചെയ്യാൻ പറ്റും? കെ സി കാണാൻ പറ്റും. കെ സി എന്ന് പറഞ്ഞാൽ റിയാക്ട് പ്രൊഡക്റ്റ് ഫസ്റ്റ് ബിന്റെ പവറിൽ 2, പിന്നെ സിന്റെ പവറിൽ 1 ഡിവൈഡഡ് ബൈ 1 എഴുതണം നിർബന്ധമൊന്നുമില്ല. റിയാക്ടന്റ് എന്റെ പവറിൽ ആരും ഇല്ല. ഓക്കെ. നേരെ വാല്യൂ കൊടുക്കുക. ബിന്റെ വാല്യൂ 1, അതിന് സ്ക്വയർ ഇൻറ്റു സിന്റെ വാല്യൂ 1 അല്ലല്ലോ, 1/2 അല്ലേ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഡിവൈഡഡ് ബൈ എന്റെ വാല്യൂ എന്താ വരുന്നത്? 3.5. ഓക്കെ. അപ്പൊ ഇതെന്തായി? 1 എന്നുള്ളത് പോട്ടെ, 0.5/3.5 എന്ന് വരും. ഓക്കെ. ഇത് കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് വേണമെങ്കിൽ 5/35 എന്ന് എഴുതിയാലേ, പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ 5/35. 5ൽ 5 ഒരു തവണ, 35ൽ 5 7 ടൈംസ്. അപ്പൊ 1/7. 1/7 എന്ന് പറയുമ്പോൾ 10ൽ ഒരു തവണ. ഓക്കെ. അപ്പൊ 0.1. ബാലൻസ് എന്ത് വരും? 3 വരും. 3 വരുമ്പോ 4 ടൈംസ് 28. അപ്പൊ 0.14 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചെയ്ത കാൽക്കുലേഷൻ ഓഫ് കെ സി എന്ന് പറയുന്നത് ക്ലിയർ ആണോ? ഒന്ന് വേഗം പറഞ്ഞേ.
ഇതെന്താണ് ഈ ചാറ്റ് ലിസ്റ്റിൽ നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്? ഞാനൊന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അത് ശ്രദ്ധിക്കാനുള്ള മെന്റാലിറ്റി എങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? എത്ര പേര് അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് ആണ്? കഥ. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലാസ് ശ്രദ്ധിച്ചവരോടാണ് ക്വസ്റ്റ്യന്. ഇതുവരെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എങ്ങനെ KC ന്റെ വാല്യൂ കാണുക എന്നുള്ളതാണ്. ആ ടോപ്പിക് ക്ലിയർ ആണോ?
ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നവരും മര്യാദക്ക് ശ്രദ്ധിക്കട്ടോ. ബാക്കിയുള്ളവർ അവിടെ ചെയ്യുന്നത് അതുപോലെ ചെയ്തോട്ടെ എന്ന് വെച്ചാൽ മതി. ഇനി 10 മണി വരെയാണ്. നോക്കാം നമുക്ക്. ജസ്റ്റ് കുറച്ച് ടോപ്പിക്കും കൂടി എടുത്തിട്ട് നിർത്താം കേട്ടോ. നോക്ക്, ഇതില് 2 സ്പെഷ്യൽ കേസസ് നിങ്ങൾക്ക്. അപ്പോ 2 കേസാണ് നമ്മൾ പറഞ്ഞത്. കാൽക്കുലേഷൻ ഓഫ് KC എന്നുള്ളതില് മെയിൻലി 2 കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമുക്ക് റിയാക്റ്റന്റ്, ഓക്കെ, ഒന്ന് നമുക്ക് റിയാക്റ്റന്റ് വാല്യൂ, അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള കോൺസെൻട്രേഷൻ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, അഥവാ അവര് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ളത് തന്നിട്ടില്ല, പകരം ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ളതാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതുമാണ് 2 കേസുകൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വരുന്നത് 2 സ്പെഷ്യൽ കേസസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടന്റ്, ഇതിൽ നിന്നും ക്വസ്റ്റ്യന് മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടുള്ള ഒരു സാധനമാണ് സ്പെഷ്യൽ കേസസ്. ഓക്കെ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള 2-3 സെഷൻസ് ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ട് തരുന്നത്. സ്പെഷ്യൽ കേസസിൽ ഒന്നാമത്തെ കേസ് നോക്ക്. എന്ന് പറഞ്ഞ റിയാക്റ്റന്റ്, ഇനിയിപ്പോ റിയാക്റ്റന്റ് 2 3 4 ഉണ്ടാവട്ടെ, അതൊന്നും പ്രശ്നമില്ല. റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറി. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ, നോക്ക്, എ എന്ന് പറഞ്ഞ റിയാക്റ്റന്റ് ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആയി മാറി. ഇനി ഇതേ സാധനം റിവേഴ്സ് ചെയ്ത് കാണാം. അതായത് പ്രൊഡക്റ്റ് സൈഡിലുള്ളവരൊക്കെ റിയാക്റ്റന്റ് സൈഡിലും, റിയാക്റ്റന്റ് സൈഡിലുള്ള ആളെ പ്രൊഡക്റ്റ് സൈഡിലും നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? റിയാക്ഷൻ റിവേഴ്സ്ഡ് ആയി. ഓക്കെ, റിയാക്ഷൻ റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അവർ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റത്തതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എക്സ് എന്ന് അവർ തന്നിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1/x കണ്ടാൽ മതി. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് തരും, അതിനെ റിവേഴ്സ് ചെയ്തിട്ടാവും രണ്ടാമത്തെ റിയാക്ഷൻ കെടുക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1/, ആ ഫസ്റ്റ് തന്നതിന്റെ വാല്യൂ അത് ചെയ്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇപ്പോ എ എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആയി മാറിയിട്ടുണ്ട്. എന്നിട്ട് ഏതോ ഒരു നമ്പർ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ആ മൾട്ടിപ്ലൈ ചെയ്ത റിയാക്ഷൻ ആണ് രണ്ടാമത് വന്നിട്ടുള്ളത്. ഇപ്പൊ NA ഗീവ്സ് NB. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അവർ ക്വസ്റ്റ്യനിൽ തരും, എക്സ് എന്ന് തന്നിട്ടുണ്ടാവും. അപ്പൊ രണ്ടാമത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ എന്തേറ്റാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് അത് പവറിൽ ഇട്ടെടുത്താൽ മതി. ഓക്കെ, ഈ 2 കേസസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ ഒരൊറ്റ എക്സാമ്പിൾ, രണ്ടും കൂടി വരുന്ന ഒരൊറ്റ എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്യാം. നോക്ക്, ഫസ്റ്റ് ഓക്കെ, ഫസ്റ്റ് നോക്ക്, 2SO3 gives 2SO2 plus O2 ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ അവർ തന്നിട്ടുള്ളത് 49 ആണ്.
ഓക്കെ. ഇനി രണ്ടാമതൊരു റിയാക്ഷൻ അവർ തന്നിട്ടുള്ളത് SO2 plus half O2 gives എന്താണ് SO3 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരു വാല്യൂ നമ്മളോട് കാണാൻ പറയാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ റിയാക്ടന്റ് സൈഡും പ്രൊഡക്റ്റ് സൈഡും തമ്മിൽ എന്ത് നടന്നിട്ടുണ്ട്? എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. അതായത് ഇക്വേഷൻ റിവേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും? ആദ്യം തന്നതിന്റെ നേരെ 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആദ്യം റിവേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. റിവേഴ്സ് ചെയ്യപ്പെട്ടതുകൊണ്ട് K എന്നുള്ളത് എന്തായിരിക്കും? 1 തന്ന വാല്യൂ 49 ഇങ്ങനെ വരും. ഇനി റിവേഴ്സ് ചെയ്യപ്പെടുക മാത്രാണോ ചെയ്തിട്ടുള്ളത്? അല്ല. ഒന്ന് നോക്കി, ഇവിടെ 2 SO3 എന്നുള്ളത് ഇവിടെ എത്തിയപ്പോ 1 SO3 ആയി, പകുതിയായി. ഇവിടെ 2 SO2 എന്നുള്ളത് ഇവിടെ എത്തിയപ്പോ 1 SO2 പകുതിയായി. ഇവിടെ 1 O2 എന്നുള്ളത് ഇവിടെ എത്തിയപ്പോ 1/2 O2 പകുതിയായി. അപ്പൊ എല്ലാം അവിടെ എന്തായിട്ടുണ്ട്? പകുതിയായി മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അവിടെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷനും നടന്നിട്ടുണ്ട്, ഇൻറ്റു N എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ഇൻറ്റു എന്താ ചെയ്തിട്ടുള്ളത്? ഇൻറ്റു 1/2 ആണ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റു എന്താണോ വന്നത് അത് അതിന്റെ പവറിൽ ഇട്ട് കൊടുക്കണം എന്നല്ലേ? അപ്പൊ നമുക്കിപ്പോ കിട്ടിയ K എന്ന് പറയുന്നത് 1/49 ആണ്. അതിന്റെ പവറിൽ എന്ത് ഇട്ട് കൊടുക്കണം? ആ N എന്തേറ്റാണോ ഇൻറ്റു ചെയ്തത് അത് ഇട്ട് കൊടുക്കണം. കണ്ടോ? രണ്ടും കൂടി വരുന്ന കേസ് വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ വരിക. ഓക്കെ. അതായത് എണ്ണത്തിൽ മാറ്റൊന്നും ഇല്ലാണ്ടെങ്കിൽ നിങ്ങൾ 1/49 എന്നുള്ളത് അതുപോലെ കൊടുത്താൽ മതി. ഇവിടെ എണ്ണത്തിൽ മാറ്റം വന്നു. അപ്പൊ നമ്മൾ എന്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ എണ്ണത്തിലേക്ക് മാറുന്നത് എന്ന് ആദ്യം നോക്കുക. എന്നിട്ട് ആ എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? പവറിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ 1/49 എന്ന് പറഞ്ഞിട്ട് 1/2 എന്ന് പറഞ്ഞാൽ എന്താ? പവർ 1/2 എന്ന് പറഞ്ഞാൽ അത് റൂട്ടാണ്. അപ്പൊ റൂട്ട് 1/49 എന്ന് വരും. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ഉം റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7 ഉം. 1/7 വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് 0.14. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. ക്ലിയർ ആണോ? ഈ രണ്ട് സ്പെഷ്യൽ കേസ് ക്ലിയർ ആണോ? ഒന്ന് വേഗം പറഞ്ഞ്, വേഗം പറ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ അറൗണ്ട് ഈ പേജ് കഴിഞ്ഞു അല്ലേ? ഇങ്ങോട്ട് പോരാ, പുതിയ പേജ് എടുക്കാം. നോക്ക്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ. ഓക്കെ. അപ്ലിക്കേഷൻസ് മ്യൂട്ട് ചെയ്യട്ടോ. അപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. രണ്ട് അപ്ലിക്കേഷൻ ആണുള്ളത്. ഒന്ന്, എത്രത്തോളം എക്സ്റ്റെൻഡഡ് ആവുന്നുണ്ട് ആ റിയാക്ഷന്. ഓക്കെ. ഒന്നാമത്തേത് എത്രത്തോളം നടന്നു. ഇപ്പൊ ചിലപ്പോൾ അത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം എൻഡിങ് സ്റ്റേറ്റിൽ അവസാനിക്കാനായിട്ടുണ്ടാവാം. ചിലപ്പോൾ രണ്ടിന്റെയും കൂടി ഇടയിൽ മിഡ്വേയിലായിരിക്കാം. അങ്ങനെ എത്രത്തോളം നടന്നു എന്നുള്ളത് നമുക്ക് ആ കേസ് എന്ത് വെച്ചിട്ട് പറയാൻ പറ്റും? കേസിന്റെ വാല്യൂ വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പൊ അതാണ് ഒന്നാമത്തെ അപ്ലിക്കേഷൻ. അപ്പൊ 1 എന്നിട്ടാണ് ഞാൻ കൊടുക്കുന്നത് prediction of extent of reaction. എത്രത്തോളം നടന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോ അത് എങ്ങനെ പറയാന്നുള്ളതും കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. നമുക്ക് കേസിന്റെ 3 കേസാണ് വരുന്നത്. ഫസ്റ്റ് കേസിൽ കേസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10⁻³ ആണ് എന്നുണ്ടെങ്കിൽ അത് എൻഡ് ആവാനായി, ആ റിയാക്ഷൻ എൻഡിങ് സ്റ്റേജിലാണ്. ഓക്കെ. അവസാനിക്കാനായി. ക്ലിയർ ആണോ? അവസാനിക്കാനാവുമ്പോ അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അവസാനിക്കാനാവുമ്പോ റിയാക്ടന്റിന്റെ അളവ് കുറവും പ്രൊഡക്റ്റിന്റെ അളവ് കൂടുതലും ഇരിക്കാരം. അപ്പൊ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ. ഇനി അതിൽ രണ്ടാമത് വരുന്നത് കേസിന്റെ വാല്യൂ ലെസ് ദാൻ 10⁻³ വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അവിടെ റിയാക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ടിങ് സ്റ്റേജ്.
ഓക്കെ, സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ റിയാക്റ്റന്റ് ആണ് കൂടുതൽ ഉണ്ടാവുക. പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. പ്രൊഡക്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഉണ്ടാവാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ റിയാക്റ്റന്റിന്റെ അളവ് പ്രൊഡക്റ്റിന്റെ വാല്യൂവിനേക്കാളും എത്രയോ കൂടുതലാണ്. മൂന്നാമത്തത് സി. സി എന്ന് പറയണത് ഇൻ ബിറ്റ്വീൻ എന്ത് വരിക? 10⁻³ -3 ഇടയിൽ വരിക. കെ സി ഇൻ ബിറ്റ്വീൻ 10⁻³ ആൻഡ് അല്ലെങ്കിൽ 10⁻³ ആൻഡ് 10⁻³. രണ്ടിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ പകുതി വഴിയിലാണ്, അതായത് മിഡ്വേയിലാണ്. അവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനും റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനും അപ്രോക്സിമേറ്റ്ലി ഏകദേശം എന്നുള്ള രൂപത്തിൽ ഈക്വൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 3 കേസാണ് എങ്ങനെ, ഈ 3 കേസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആ റിയാക്ഷൻ എത്രത്തോളം നടന്നു എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡോറ് തുറന്നു വെക്കല, അല്ലെങ്കിൽ ഇനി എനിക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ഉണർന്നിരിക്കുകയാവും. ഓക്കെ, പ്രഡിക്ഷൻ ഓഫ് റിയാക്ഷൻ, അല്ല സോറി ഡയറക്ഷൻ. ഓക്കെ, ആ റിയാക്ഷന്റെ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ, ആ റിയാക്ഷന്റെ ഡയറക്ഷൻ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഫോർവേഡ്ക്കാണോ നടക്കുന്നത്, ബാക്ക്വേർഡ്ക്കാണോ നടക്കുന്നത്, അതോ ഇനി രണ്ടും നടക്കാതെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ അതെങ്ങനെ കണ്ടെത്താന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ QC KC 2 വാല്യൂ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടല്ലോ? QC എന്ന് പറഞ്ഞാൽ ഏത് സമയത്തുള്ളത്. ഓക്കെ, ഓർത്തു വെച്ചോ, QC എന്ന് പറയണത് എനി ടൈം, ഏത് ടൈമിലുള്ളതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് QC. KC എന്ന് പറഞ്ഞാലോ ഇക്വിലിബ്രിയം ടൈമിൽ വരുന്നത് മാത്രം. ഓക്കെ, അത് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ നോക്ക്, ഇവിടെ ഇത് വെച്ചിട്ടാണ് കമ്പാരിസൺ വരുന്നത്. കേസിന്റെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിയാക്റ്റന്റ് കോഷ്യന്റിനെക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ നടന്നിട്ടുള്ളത് ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുക. ഓക്കെ, ഇനി കേസിന്റെ വാല്യൂ റിയാക്ഷൻ കോഷ്യന്റിനെക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്നിട്ടുള്ളത് ബാക്ക്വേർഡ്. ഓക്കെ, ഇനി ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? റിയാക്ഷൻ കോഷ്യന്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഈക്വൽ ആയി മാറി അത് ഏത് സ്റ്റേറ്റാ? ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ഓക്കെ, അല്ലാത്ത സമയത്തല്ല അതിൽ വ്യത്യാസം വരുള്ളൂ. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ രണ്ട് കണ്ടാലും സെയിം ആൻസർ ആണ് കിട്ടുക, കാരണം രണ്ടിനും സെയിം ഇക്വേഷൻ ആണ് നമുക്ക് വരുന്നത്. ഇക്വേഷനിൽ യാതൊരു മാറ്റവും ഇല്ല, അത് ഓരോ സമയത്ത് അവർ തരുന്ന വാല്യൂവിനനുസരിച്ചാണ് അതിന്റെ വാല്യൂ മാറ്റം വരുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ തന്നത് തന്നെയല്ലേ KC ആയാലും? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള വാല്യൂസ് തന്നാൽ അത് QCയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കേസിന്റെ വാല്യൂ തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ എന്ത് വരുന്നത്? അപ്ലിക്കേഷൻ വരുന്നത്, ഓർത്തു വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, ദാറ്റ് ഈസ് Le Chatelier's പ്രിൻസിപ്പിൾ. നിങ്ങളുടെ സിലബസിൽ ഇതുണ്ടോന്നൊന്ന് നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടോ? Le Chatelier പ്രിൻസിപ്പിൾ. എന്തോ ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്, ഒന്ന് നോക്കിയേ. ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് Le Chatelier പ്രിൻസിപ്പിൾ. Le Chatelier പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ? നമ്മളുടെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ റിയാക്ഷന് നടത്തി കഴിഞ്ഞാൽ ആ റിയാക്ഷൻ എന്ത് ചെയ്യും? ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനുള്ള ശ്രമം കംപ്ലീറ്റ് നടത്തും. അതാണ് എന്തെന്ന് പറയണത്? Le Chatelier പ്രിൻസിപ്പിൾ എന്ന് പറയണത്. എന്താണ്? എ സിസ്റ്റം വിൽ ഓൾവേസ് ട്രൈ ടു, ഒരു സിസ്റ്റം എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു ഒപ്പോസ് എനി ചേഞ്ച്. ഓക്കെ, അതിൽ വരുന്ന എന്തെങ്കിലും ഒരു ചേഞ്ച് ഒപ്പോസ് ചെയ്യാൻ. ഏതിലൊക്കെ ആയിരിക്കാം ചേഞ്ച് അവർ പറയുന്നുണ്ടാവുക? കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് നോക്കി വായിച്ചാൽ മനസ്സിലാവും. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വളരെയധികം കുറവാണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത്.
നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണം അത് നോക്കാം. ഒന്നാമത്തേത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഒന്ന് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതായത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൽ നമുക്ക് വരുന്ന രണ്ട് കാറ്റഗറി എന്ന് പറയുന്നത്, ഒന്ന് എൻഡോതെർമിക് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഓക്കെ. രണ്ടാമത്തേത് എക്സോതെർമിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഈ രണ്ട് കേസാണ് വരിക. ഓക്കെ. നിങ്ങൾ ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് മുത്തുവിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻഡോതെർമിക്കും എക്സോതെർമിക്കും ഈ രണ്ട് കേസാ. ഈ എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അത് നമുക്കറിയാം. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാം. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യാം. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യുക. ഓക്കെ. നോക്ക്, എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ആ റിയാക്ഷന്റെ നേരെ അതിന്റെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് എൻഡോതെർമിക്കും, ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സോതെർമിക്കും ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് മാറ്റം വരും, അതാണല്ലോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്ത ഇത് എൻഡോതെർമിക്ക, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയ മൂപ്പരാൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇത് നേരെ മുന്നിലേക്ക് റിയാക്ഷൻ നടത്തും. ഓക്കെ. ഇനി ടെമ്പറേച്ചർ കുറച്ചു കൊടുത്താൽ ഇയാൾക്ക് ഇഷ്ടാവൂല. കാരണം ഇയാൾക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യണം, അതിന്റെ അളവ് കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്ക് അത് ഇഷ്ടാവൂല. ഇഷ്ടാവാത്തത് കൊണ്ട് ഇതെന്തായിരിക്കും? ബാക്ക്വേർഡ് റിയാക്ഷനും ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി എക്സോതെർമിക്കിന്റെ കേസിൽ എന്താ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. കാരണം ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ പറ്റൂല. കാരണം ഇയാൾക്ക് ഹീറ്റ് റിലീസ് ചെയ്യാണ് വേണ്ടത്, അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് ഇയാളുടെ കേസിൽ എന്താണ്? ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് ഇത് ബാക്ക് പോവാൻ നോക്കും, ബാക്ക്വേർഡ് റിയാക്ഷന്. ഓക്കെ. ഇനി ടെമ്പറേച്ചർ കുറച്ചു കൊടുത്ത അതാണ് ഇയാൾക്ക് ഇഷ്ടം. ഇയാൾക്ക് അല്ലാതെ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇയാൾ റിലീസ് ചെയ്ത് കളയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇയാൾക്ക് ഇഷ്ടം. അപ്പൊ ഇതെന്ത് ചെയ്യും? മുന്നിലേക്ക് പോകും. ഇഷ്ടം ഉണ്ടാവുമ്പോ മുന്നിലേക്ക് പോകും, ഇഷ്ടമില്ലാത്തപ്പോ ബാക്കിലേക്ക് പോകും. ഓക്കെ. അതൊന്ന് ഓർത്ത് വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ എക്സാമ്പിൾ ഇതാ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A+B gives C+D ഇങ്ങനെ ഒരു റിയാക്ഷൻ അവർ തന്നിട്ടുണ്ട്. ഓക്കെ. കൂടെ അവര് ഡെൽറ്റ എച്ചിന്റെ വാല്യൂം തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് 123 കിലോ ജൂൾ. ഓക്കെ, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി അവര് പറയാണ് ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ ഏത് റിയാക്ഷൻ നടക്കും? അതായത് പ്രൊഡക്റ്റ് കൂടുമോ? ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതറിയാലോ. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് കൂടും, റിയാക്റ്റന്റിന്റെ അളവ് കുറയും. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഭാഗം കുറയും, ഈ ഭാഗം കൂടും. അത് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ. ഞാനിവിടെ ഫോർവേഡ് ബാക്ക്വേർഡ് എന്നുള്ള പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിയാന്നുള്ളത് വിചാരിക്കുന്നു. ഓക്കെ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? ഇത് പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയ അത് ഏത് റിയാക്ഷനാ? എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക്കിന് ടെമ്പറേച്ചർ കൂട്ടുന്നതാണ് ഇഷ്ടം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? മുന്നിക്ക് പോകും. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഇത് ചിലപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്നതാവാൻ തരാം, ചിലപ്പോൾ ടെമ്പറേച്ചർ കുറക്കുന്നതാവാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. ഇനി നമുക്ക് എഫക്റ്റ് ഓഫ് പ്രഷർ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്കൻഡ് കേസിൽ വരുന്നത് എഫക്റ്റ് ഓഫ് പ്രഷർ. നമ്മൾ ആ ചാപ്റ്ററിന്റെ പകുതി ആയിട്ടുള്ളല്ലോ. എഫക്റ്റ് ഓഫ് പ്രഷർ. ഓക്കെ, ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്തായാലും അയോണിക് ഇക്വിലിബ്രിയം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. 15 മിനിറ്റും കൂടി ഇല്ലേ? ഓക്കെ. എഫക്റ്റ് ഓഫ് പ്രഷർ. എഫക്റ്റ് ഓഫ് പ്രഷറിൽ ഓർത്ത് വെക്കേണ്ട ഒരേ ഒരു കാര്യം, പ്രഷർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ മോർ ഗ്യാസ് ഉള്ളിടത്തുനിന്ന് ലെസ് ഗ്യാസ് ഉള്ളിടത്തേക്കാണ് റിയാക്ഷൻ നടക്കുക. അത് ഓർത്ത് വെക്കുക. അത്ര കാര്യം ഓർത്ത് വെക്കണം. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ മോർ ഗ്യാസ് ഉള്ളിടത്തുനിന്ന് ലെസ് ഗ്യാസ് ഉള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. നമുക്ക് 2-3 എക്സാമ്പിൾസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോ. ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത് നമ്മളുടെ അമോണിയന്റെ പ്രിപ്പറേഷൻ തന്നെ. N2 + 3H2 gives
2NH3. ഓക്കെ, എല്ലാവരും ഗ്യാസ് ആണ് നമുക്കറിയാലോ, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതില് അവര് കണ്ടീഷൻ തന്നിട്ടുള്ളത് പ്രഷർ കൂട്ടിട്ടോ. ഇവരെന്ത് ചെയ്തു? പ്രഷർ കൂട്ടി കൊടുത്തു. പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും നോക്ക്. ഇവിടെ എത്ര ഗ്യാസാ ഉള്ളത്? 4 ഗ്യാസാണ്. ഇവിടെ എത്ര ഗ്യാസാ ഉള്ളത്? 2 ഗ്യാസാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രഷർ കൂട്ടിയ മോർ ഗ്യാസ് ടു ലെസ് ഗ്യാസ്. അപ്പൊ കൂടുതൽ ഗ്യാസ് ഉള്ളിടത്തുനിന്ന് കുറഞ്ഞ ഗ്യാസ് ഉള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. അതായത് ഇവിടെ നടന്നത് ഏത് റിയാക്ഷനാ? ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അഥവാ ഇതേ കേസിൽ തന്നെ അവര് പ്രഷർ കുറക്കുന്ന, ഇനി വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. പ്രഷർ കുറക്കുന്നതിന് ഗ്യാസ് വരുന്നൊരു എക്സാമ്പിള് ഓക്കെ, PCl5. ഓക്കെ, PCl5 എന്ത് ചെയ്തു? ഡിസോസിയേറ്റ് ചെയ്തിട്ട് PCl3 + Cl2 ആയി മാറി. ഓക്കെ, ഗ്യാസ് ആണ്. ഇനി ഇതിന്റെ കേസിൽ നോക്ക്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ അവര് പ്രഷർ കുറക്കുന്ന കേസാണ് കേട്ടോ പറയണത്. പ്രഷർ കുറയ്ക്കുകയാണ്. ഓക്കെ, പ്രഷർ കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ ആകെ ഒരു ഗ്യാസേ ഉള്ളൂ. ഓക്കെ, ഒരു ഗ്യാസ് ആണുള്ളത്. ഈ ഭാഗത്തോ 1 + 1 ടോട്ടലി 2 ഗ്യാസ് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രഷർ കൂടിയാൽ എന്ത് ചെയ്യും? മോർ ഗ്യാസ് ടു ലെസ് ഗ്യാസ്. ഓക്കെ, പ്രഷർ കുറഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രഷർ കുറഞ്ഞാൽ എന്താണ്? പ്രഷർ കുറഞ്ഞ ലെസ് ഗ്യാസ് ടു മോർ ഗ്യാസ് ആണ് നടക്കുക അല്ലെ? അപ്പൊ ഇവിടെ ലെസ് ഗ്യാസ് ടു മോർ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെ അല്ലേ? അതായത് ഫോർവേഡ് റിയാക്ഷൻ തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അഥവാ ഈക്വൽ ആണെന്നുണ്ടെങ്കിലോ അവിടെ നോ എഫക്റ്റ്, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിളും കൂടി വേണമെങ്കിൽ ജസ്റ്റ് കൊടുത്തോ. നോക്ക്, 2HI gives H2 + I2. നമുക്കറിയുന്ന ആൾ തന്നെയാണ്, എല്ലാവരും ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ നോക്ക് ഇവിടെ എന്ത് മാറ്റം വരും? പ്രഷർ കൂട്ടിയാലും കുറച്ചാലും യാതൊരു മാറ്റവും വരില്ല. കാരണം എന്താ അറിയോ? ഇവിടെ 2 ഗ്യാസാ ഉള്ളത്, ഇവിടെ 2 ഗ്യാസാ ഉള്ളത്. അപ്പൊ ഇത് ഈക്വൽ അല്ലേ? ഈക്വൽ ആക്കിയ പ്രഷർ കൂട്ടിയാലും ഇനിയിപ്പോ പ്രഷർ കുറച്ചാലും അവിടെ എന്തുണ്ടാവില്ല? നോ ചേഞ്ച്, അല്ലെങ്കിൽ നോ എഫക്റ്റ്. നോ എഫക്റ്റ് എന്ന് കൊടുക്കാം. യാതൊരു എഫക്റ്റും അവിടെ കാണിക്കില്ല. അതായത് ഒരു മാറ്റം വരുത്താനുള്ള ചാൻസ് അവര് കാണിക്കൂല എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മളുടെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തീർന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഇക്വിലിബ്രിയം കൂടി വരുന്നുണ്ട്, ദാറ്റ് ഈസ് അയോണിക് ഇക്വിലിബ്രിയം. അയോണിക് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത്, ഒറ്റ മിനിറ്റ്, എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെ? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വരുന്നത് അയോണിക് ഇക്വിലിബ്രിയം. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് അയോണിക് ഇക്വിലിബ്രിയം. നമുക്കൊരു 9 സെറ്റ് ഇക്വേഷൻ ഒക്കെ പഠിക്കാനുള്ള ഒരു സെക്ഷൻ നോക്കിക്കോ. ഫസ്റ്റത്തത്, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? ആസിഡ്സ്, ഗ്യാസസ് അല്ലെ? ആസിഡ്സിനും ഗ്യാസസിനും അവര് 3 ടൈപ്പ് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ 3 ടൈപ്പ് അല്ല, ആസിഡ്സ് ഗ്യാസ് എന്നാണ് ഇത്, ബേസ്, സോറി. ഓക്കെ, ആസിഡ്, ബേസ്, ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ അയോണിക് ഇക്വിലിബ്രിയത്തിൽ ടോട്ടലി ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ നമുക്ക് അതില് 3 കാറ്റഗറിയാണ് വരുന്നത്. ഒന്നാമത്തത് അരീനിയസ് ഡെഫിനിഷൻ പ്രകാരം, അരീനിയസ് കോൺസെപ്റ്റ് പ്രകാരം എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഓരോന്നിന്റെ എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അരീനിയസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറയുന്നത്, നോക്കിക്കോ, ആസിഡ് എന്ന് പറയുന്നത് H+ ഡോണർ ആണ്. ഓക്കെ, ബേസ് എന്ന് പറയുന്നത് OH- ഡോണർ. ഇത്ര ഉള്ളൂ. ആസിഡ് എന്ന് പറയുന്നത് H+ ഡോണർ, ബേസ് എന്ന് പറയുന്നത് OH- ഡോണർ. അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് എക്സാമ്പിൾസ്, ഒരുപാട് എണ്ണം വരുന്നുണ്ട്, അതിൽ കുറച്ചെണ്ണം നമുക്ക് പഠിച്ചു വെക്കണം. നോക്കിക്കോ, HClO4, ഓക്കെ, ദെൻ H2SO4. ഒരു മിനിറ്റ്, പിന്നെ നേരെ വേറെ കാര്യം എഴുതാണ്ട്, അപ്പൊ ഒന്ന് ചെറുതാക്കട്ടെ. HClO4, നെക്സ്റ്റ്
H2SO4. ഒരു മിനിറ്റ്, അതിനു മുന്നേ നിങ്ങൾ ഒന്ന് പറഞ്ഞ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയതാണോ? അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ മക്കളെ. ഓക്കെ. HClO4, H2SO4. നെക്സ്റ്റ് വരുന്നത് HCl. അടുത്തത് HNO3. ഓക്കെ. ദെൻ ഫോസ്ഫോറിക് ആസിഡ് H3PO4. സയനൈഡ് ആസിഡും HCN. ഓക്കെ. ഇത്രയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണത്, ആസിഡിൽ ഏറ്റവും സ്ട്രോങ് ആരാന്ന് ചോദിച്ചാൽ ഇയാളാണ്. ആസിഡിന്റെ കിങ് ആരാന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അത് ഓർത്ത് വെക്കട്ടോ. സ്ട്രോങ്ങസ്റ്റ് ആസിഡ് എന്ന് പറയുന്നത് ഒരിക്കലും സൾഫ്യൂരിക് ആസിഡ് അല്ല. സൾഫ്യൂരിക് ആസിഡിന്റെ കിങ് എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലാണ്, നമുക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എന്തെന്ന് പറയണത്, സൾഫ്യൂരിക് ആസിഡിനെ ആസിഡ്സിന്റെ കിങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി ബേസിന് എക്സാമ്പിൾ നോക്കിക്കോ. NaOH. നമ്മൾ ടെക്സ്റ്റിൽ കുറെ പറഞ്ഞു പോകുന്നുണ്ടാവും, നമ്മളിപ്പോ ജസ്റ്റ് ആവശ്യമുള്ള കുറച്ചെണ്ണം മാത്രം ഒന്ന് ഇങ്ങോട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കുന്നുണ്ട്. MgOH twice, then AlOH thrice, NH4OH. ഓക്കെ, അപ്പൊ ആസിഡ് ബേസ് അറീനിയസ് കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് നമുക്ക് അറിയുന്നതന്നെ ലിവിസ് കോൺസെപ്റ്റ്. ലിവിസ് കോൺസെപ്റ്റ് പ്രകാരം, ഓക്കെ, ലിവിസ് കോൺസെപ്റ്റ് പ്രകാരം എന്താ സംഭവിക്കുന്നത്? രണ്ട് ഡെഫിനിഷൻ അവിടെ ഉണ്ടാവുമല്ലോ. ആസിഡിന് ഒരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കും, അതേപോലെ ബേസിന് മറ്റൊരു ഡെഫിനിഷനും ഉണ്ടായിരിക്കും. ആസിഡ് എന്ന് പറഞ്ഞ പഠിച്ചോ, ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആണ് ആര്? ആസിഡ്. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവര്. ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ഡൊണേറ്റർ ആണ്, അല്ലെങ്കിൽ ഡോണർ, സോറി, ഇലക്ട്രോൺ പെയർ ഡോണർ ആണ് ആര്? ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോ ആസിഡിന്റെ എക്സാമ്പിൾസ് BF3, BCl3, AlCl3, FeCl3 ഉണ്ട്, FeCl2 ഉണ്ട്. FeCl2, പിന്നെ SnCl2. ഇതൊക്കെ ആസിഡ്സിന്. ഇത് കൂടാതെയും കുറെ വരുന്നുണ്ട്. ഇതൊക്കെ ആസിഡ്സിന്റെ എക്സാമ്പിൾസ് ഞാൻ എഴുതി തരുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ബേസ് എന്ന് പറയുന്നത് H2O, NH3, ദെൻ ആൽക്കഹോൾസ് കംപ്ലീറ്റ് അതിൽ പെടും, ROH, ആൽക്കഹോൾസ് കേട്ടാ. ഓക്കെ, അതേപോലെ അമൈൻസും അതിൽ പെടും, RNH2, അമൈൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റ്, മൂന്നാൾക്കാരെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാടാവോ ഇതെല്ലാം? ഓക്കെ, നോക്കിക്കോ. മൂന്നാമത്തെ കോൺസെപ്റ്റ് ബ്രോൺസ്റ്റഡ്-ലൗറി കോൺസെപ്റ്റ്. ബ്രോൺസ്റ്റഡ്-ലൗറി കോൺസെപ്റ്റ്. ഓക്കെ, ബ്രോൺസ്റ്റഡ്-ലൗറി കോൺസെപ്റ്റില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ? കോൺജുഗേറ്റ് ആസിഡ്. അതുപോലെ കോൺജുഗേറ്റ് ബേസും കണ്ടെത്തുക. ഓക്കെ, കോൺജുഗേറ്റ് ആസിഡ് കണ്ടെത്തുമ്പോൾ അവിടെ ആഡ് H+നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി തന്നതിലേക്ക്. ഓക്കെ, തന്ന സ്പീഷീസിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക? H+നെ ആഡ് ചെയ്ത് കൊടുക്കുക. കോൺജുഗേറ്റ് ബേസ് കണ്ടെത്തുന്ന സമയത്ത് സബ്ട്രാക്ട് H+നെ അവിടെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും കേട്ടാ.
എച്ച് പ്ലസിനെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത് എന്ന് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം. ഞാൻ കുറച്ച് സ്പീഷീസ് ഇവിടെ എഴുതുന്നുണ്ട്. അതിന്റെ കോൺജുഗേറ്റ് ആസിഡും നമുക്ക് വേണം, കോൺജുഗേറ്റ് ബേസും നമുക്ക് വേണം. ഓക്കെ, അപ്പോ ഫസ്റ്റത്തത് HSO4 മൈനസ്. HSO4 മൈനസ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ ആഡ് എച്ച് പ്ലസ് എന്നാണ്. ഓക്കെ, ഇവിടെ എച്ച് പ്ലസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഒരു പോസിറ്റീവ് ചാർജ് വരും. അത് നമ്മൾ അവിടെ കൊടുത്തില്ലല്ലോ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് വരും. ഇവിടെ ആഡ് എച്ച് പ്ലസ് എന്നാകുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും കേട്ടോ. അപ്പൊ നമുക്ക് എച്ച് പ്ലസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അവിടെ കിട്ടുന്നുണ്ട്, കണ്ടോ? പ്ലസ് കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ പ്രത്യേകത എടുത്ത് പറയൊന്നും വേണ്ട. അപ്പൊ നമുക്ക് എന്തായാലും ഒരു എച്ചിനെ ആഡ് ചെയ്യണം. ഒരു എച്ചിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് നോക്കിക്കാ, ഒരു എച്ചിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ H2 എന്നാവും. SO4 ഉണ്ട്, പിന്നെ പ്ലസ് വരുന്നുണ്ട്. അപ്പൊ പ്ലസും മൈനസും കൂടി ക്യാൻസൽ ആയി. അപ്പൊ പിന്നെ അവിടെ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിന്റെ തന്നെ കോൺജുഗേറ്റ് ബേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആകെ ഒരു എച്ച് ആണുള്ളത്. ആ എച്ച് പോയി. ഓക്കെ, എച്ചിനെ സബ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. ആ എച്ച് പോയി. അപ്പൊ നമുക്ക് ഉള്ളത് SO4 മൈനസ് എന്നാണ്. അതിലേക്ക് ഒരു നെഗറ്റീവും കൂടി വരും. അപ്പൊ 2 മൈനസ്. ഓക്കെ, ഇനി അടുത്ത സ്പീഷീസ് H2O. നോക്ക്, H2O. H2Oന്റെ കേസിൽ നമ്മൾ എഴുതുന്ന സമയത്ത് എച്ച് ആഡ് ചെയ്യണം. എച്ച് ആഡ് ചെയ്യുമ്പോ എന്തെന്ന് വരും നോക്കിക്കോ. ഒരു എച്ച് ആഡ് ചെയ്താൽ H3 എന്ന് വരും. അപ്പൊ എച്ച് ആഡ് ചെയ്യുമ്പോൾ അവിടെ പ്ലസ് ചാർജ് വരും. ഇവിടെ ഒരു ചാർജും ഇല്ലാത്തതുകൊണ്ട് ആ പ്ലസ് നമ്മൾ കാണിക്കണം. ഓക്കെ, ഇനി എച്ച് ഇവിടുന്ന് പോണം. എച്ച് പോണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓയും ഒരു എച്ചും ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, എച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ്, ഒരു ചാർജും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ നെഗറ്റീവ് അവിടെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നെക്സ്റ്റ് എക്സാമ്പിൾ NH3. NH3ന്റെ കോൺജുഗേറ്റ് ബേസും ആസിഡും ഉണ്ടാക്കാൻ പറഞ്ഞാൽ നേരെ ഇതേപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ എച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, അതിലേക്ക് 1 ആഡ് ചെയ്തു, പ്ലസ് ചാർജും വരും. ഓക്കെ, പിന്നെ കോൺജുഗേറ്റ് ബേസ് എടുക്കുന്ന സമയത്ത് ഒന്നും സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ 3 ഉള്ളതിൽ നിന്ന് 1 പോയാൽ 2 എന്നാവും, 1 പോയാൽ അതിന്റെ മൈനസ് ചാർജും വരും. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിള് H3PO4 H2PO4 മൈനസ്. നോക്കിക്കോ, H2PO4 മൈനസ്. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ ചൂസ് ചെയ്തു. ഇനി ഇവിടെ എന്താണ്? ആദ്യം നമുക്ക് എന്താ വരുന്നത്? ഒരു എച്ചിനെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നാണ്. അപ്പൊ H3 എന്നാവും, PO4. ഓക്കെ, മൈനസും അവിടെ വന്ന പ്ലസും കൂടി ക്യാൻസൽ ആയി പോകും. അപ്പൊ ചാർജ് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് ഒരു എച്ചിനെ കളഞ്ഞു. അപ്പൊ എച്ച് 2 ഉള്ളിടത്തുനിന്ന് 1 മാറും. ബാക്കി ഒരു PO4 ഉണ്ടാവും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, വീണ്ടും ഒരു മൈനസും കൂടി വരുമ്പോ അത് എന്തെന്നാവും? 2 മൈനസ് എന്നാവും. ഇങ്ങനെയാണ് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും കണ്ടെത്തുക. ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ആ ഇക്വേഷൻസ് നല്ലോണം ഒന്ന് ഓർത്തു വെക്കണം. നോക്കിക്കോളൂ, കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ്, ഐ തിങ്ക് ഒരു 8-9 ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ PH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് H പ്ലസ്. രണ്ടാമത്തെ ഇക്വേഷൻ POH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് OH മൈനസ്. ഓക്കെ, മൂന്നാമത്തേത് PKA ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് KA. ഒരു ടേം എന്താണെന്ന് പറയാം, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, നാലാമത്തേത് PKB. ഈസിയാണ്, പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. മൈനസ് ലോഗ് KB. ഓക്കെ, അഞ്ചാമത്തേത് PKW. ഓക്കെ, അതെന്താ? മൈനസ് ലോഗ് KW. ഇത് മൂന്നും കമ്പയർ ചെയ്ത് പഠിച്ചൂടെ? ഇനി അടുത്തത് KAയും KBയും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ആറാമത്തെ ഇക്വേഷൻ KAയും KBയും കൂടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? KW കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഏഴാമത്തെ ഇക്വേഷൻ PKAയും
പി കെ ബിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി കെ ഡബ്ല്യു കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കോൺസെൻട്രേഷൻ എട്ടാമത്തത് എച്ച് പ്ലസ്, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? കെ ഡബ്ല്യു കിട്ടും. ഓക്കെ, ദെൻ ഫൈനൽ ഇക്വേഷൻ ദാറ്റ് ഈസ് പി എച്ചും പി ഒ എച്ചും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി കെ ഡബ്ല്യു കിട്ടും. അപ്പൊ 9 ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ 9 എണ്ണം ഇതേപോലെ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ലെങ്ത് കൂടി പോയിട്ടുണ്ട്. നമുക്ക് ബാക്കി ഞാൻ അത് ഷെയർ ചെയ്യാം കേട്ടോ, നോട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതില് ഒരു സ്പെഷ്യൽ കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ, നമ്മുടെ നോർമൽ കേസിൽ റൂം ടെമ്പറേച്ചറിൽ എന്നൊക്കെ പറയുമല്ലോ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണം. അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ വാല്യൂസ് ഓർത്ത് വെക്കാനുള്ളതാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആവുന്ന സമയത്ത് കെ ഡബ്ല്യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 × 10⁻⁻14 അല്ലെങ്കിൽ ജസ്റ്റ് സിംപ്ലി 10⁻⁻14 എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, പി കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 14 കിട്ടും. ഓക്കെ, പി കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പിന്നെ ആ -14 കൊണ്ട് വരുമ്പോൾ +14 കിട്ടും. അത് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടുന്ന് വരുന്ന ഒരു റിലേഷൻ നോക്കിക്കൊള്ളേ. റിലേഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള കേസാണ്. അതില് ഫസ്റ്റത്തത് കെ എ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിറ്റി ആണ്. പക്ഷെ അതേ സമയം പി കെ എ എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിറ്റി. അപ്പൊ അസിഡിക് ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സെയിം സംഭവത്തിന് ബേസിന്റെ കേസിലും വരുന്നുണ്ട്. എങ്ങനെ? ഇത് ഫസ്റ്റ് സെറ്റ് കേട്ടാ. അയ്യോ, ടൈമായി. ഒരു മിനിറ്റ്, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എനിക്ക് വേറെ ഒരു ക്ലാസ് ഉണ്ട്, അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റൂല കേട്ടോ. നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇതിൽ കുറച്ച് ടോപ്പിക്സും പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്ന് വേഗം പറഞ്ഞേ. ടൈം പോയത് അറിഞ്ഞേ ഇല്ല. ഓക്കെ ഓക്കെ, ശരി കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നാളത്തെ ടൈം അവരുടെ അടുത്ത് ഞാൻ അറിയിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അതിനനുസരിച്ച് ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലീവ് ആയിക്കോളൂ. താങ്ക് യു.